ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ 1271 വർഷത്തിലേക്ക് യാത്ര പോകുന്നു. വെനീസിലെ കല്ലുപാകിയ തെരുവുകൾ സ്വർണ്ണവിളക്കുകൾക്ക് കീഴിൽ തിളങ്ങുന്നതും അഡ്രിയാറ്റിക്കിൽ നിന്നുള്ള ഉപ്പുരസമുള്ള കാറ്റ് പട്ടിൻ്റെയും സുഗന്ധദ്രവ്യങ്ങളുടെയും രഹസ്യങ്ങളുടെയും മണം പരത്തുന്ന ഒരു സ്ഥലത്തേക്ക്. ആധുനിക ഇറ്റലിയുടെ ഭാഗമായ വെനീസ് വെറുമൊരു നഗരമായിരുന്നില്ല. വ്യാപാരികളും സന്യാസിമാരും നിഗൂഢതയും നിറഞ്ഞ മധ്യകാല വ്യാപാരത്തിൻ്റെ തിളങ്ങുന്ന ഒരു നാഡീകേന്ദ്രമായിരുന്നു അത്. 17 വയസ്സു മാത്രം പ്രായമുള്ള മാർക്കോ പോളോ എന്ന ചെറുപ്പക്കാരൻ ഏഷ്യയിലുടനീളം 15,000 മൈലിലധികം നീളുന്ന ഒരു റോഡിലേക്ക് തൻ്റെ ആദ്യ ചുവടുകൾ വയ്ക്കുന്നത് ഇവിടെ നിന്നാണ്. മംഗോളിയൻ ചക്രവർത്തിയായ കുബ്ലായ് ഖാൻ്റെ ഗാംഭീര്യമുള്ള കൊട്ടാരം വരെ. മാർക്കോ ഒറ്റയ്ക്കല്ല. കിഴക്കോട്ടൊരു യാത്ര നടത്തി പരിചയസമ്പന്നരായ 2 വ്യാപാരികളായ തൻ്റെ പിതാവ് നിക്കോളോ, അമ്മാവൻ മാഫിയോ എന്നിവരെയാണ് അദ്ദേഹം പിന്തുടരുന്നത്. എന്നാൽ ഇത്തവണ ഓഹരികൾ കൂടുതലാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തുടർച്ചയായ കരസാമ്രാജ്യമായ മംഗോളിയൻ സാമ്രാജ്യം കാത്തിരിക്കുന്നു. അവർ പോപ്പിൽ നിന്ന് മംഗോളിയൻ രാജാവിനൊരു എഴുത്തുകൂടെ കൊണ്ടുപോകുന്നു. എലോൺ മസ്കിന് ഒരു കത്തുകൊടുത്തിട്ട് ഇത് വളരെ വേഗം ചൊവ്വയിൽ എത്തിക്കൂ എന്ന് പറയുന്നത് പോലെയാണിത്. സുഹൃത്തുക്കളെ, ഈ കഥ ഒരു യക്ഷിക്കഥയല്ല. ഭൂഖണ്ഡങ്ങളിലൂടെ, മരുഭൂമികളിലൂടെ, പർവ്വതങ്ങളിലൂടെ, പുരാതന നഗരങ്ങളിലൂടെ, രാഷ്ട്രീയ പദ്ധതികളുടെ താടിയല്ലുകളിലേക്കും സാംസ്കാരിക ആഘാതത്തിലേക്കും ഇടയ്ക്കിടെ അക്ഷരാർത്ഥത്തിൽ വന്യമൃഗങ്ങളിലേക്കും കടന്നുപോകുന്ന ഒരു അമ്പരപ്പിക്കുന്ന പര്യവേക്ഷണമാണിത്. ഒരു യൂറോപ്യനും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് മാർക്കോ സാക്ഷ്യം വഹിക്കും. അദ്ദേഹം 17 വർഷം ചൈനയിൽ താമസിക്കും, ഗ്രേറ്റ് ഖാനെ സേവിക്കും. നൂറ്റാണ്ടുകളായി ആളുകൾ അദ്ദേഹത്തെ ഒരു നുണയനെന്ന് വിളിക്കുന്നത്ര വിചിത്രമായ കഥകളുമായി മടങ്ങിവരും. ഈ യാത്രയിൽ നിങ്ങൾ അതിജീവിക്കാൻ സാധ്യതയില്ല. മണൽക്കാടുകൾക്കും ഹിമപാതങ്ങൾക്കും പുളിപ്പിച്ച കുതിരയുടെ പാലിനുമിടയിൽ മിക്ക ആളുകളും പേർഷ്യയെ മറികടക്കില്ല. പക്ഷേ നിങ്ങളുടെ ഭാഗ്യം, നിങ്ങൾ നിങ്ങളുടെ കിടക്കയിൽ സുരക്ഷിതനാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ഏറ്റവും വലിയ ഭീഷണി നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ മുഖത്തേക്ക് വീഴുന്നതാണ്. അതിനാൽ നിങ്ങൾ സുഖമായി കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരു നിമിഷമെടുക്കുക. സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം. കൂടാതെ നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നതെന്നും അവിടെ എത്ര സമയമായെന്നും കമൻ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ഉറക്കച്ചടവുള്ള ഈ കാർവൻ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്ന് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ ലൈറ്റുകൾ മങ്ങുക. ആ മൃദുവായ പശ്ചാത്തല ശബ്ദത്തിനായി ഒരു ഫാൻ ഓണാക്കാം. ഇന്ന് രാത്രി നമുക്ക് യാത്രയിലേക്ക് പോകാം. വെനീസിലെ തിരക്കേറിയ കടലിടുക്കിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. പല കാര്യങ്ങളിലും ഇപ്പോഴും ആൺകുട്ടിയായ മാർക്കോ വിടർന്ന കണ്ണുകളോടെയും അല്പം അമിതമായി വസ്ത്രം ധരിച്ചും അച്ഛനും അമ്മാവനും അന്തിമ ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ അവരെ സഹായിക്കുന്നു. കപ്പലുകൾ മരം കൂട്ടിമുട്ടുന്ന ശബ്ദമുണ്ടാക്കുന്നു. മെഡിറ്ററേനിയനിലെമ്പാടുമുള്ള ഭാഷകളിൽ നാവികർ അലറുന്നു. ജനക്കൂട്ടത്തിൽ എവിടെയോ ആരോ ഒരാൾ മറ്റൊരാളെ പോക്കറ്റടിക്കുന്നുണ്ട്. അവർ ആദ്യം കിഴക്കോട്ടാണ് കപ്പൽ യാത്ര ചെയ്യുന്നത്. ഇന്ന് ആധുനിക ഇസ്രായേലിൽ സ്ഥിതി ചെയ്യുന്ന, എന്നാൽ അന്ന് വ്യാപാരികളുടെയും കുരിശുയുദ്ധക്കാരുടെയും ചാരന്മാരുടെയും കുഴപ്പമില്ലാത്തൊരു നഗരമായിരുന്ന ആക്രയിലേക്ക്. ഇവിടെ പോളോകൾ അവരുടെ ദൗത്യത്തിന് പാപ്പയുടെ അനുഗ്രഹം നേടാൻ ശ്രമിക്കുന്നു. മംഗോളിയൻ ഭരണാധികാരിയായ കുബ്ലായ് ഖാൻ ജെറുസലേമിൽ നിന്ന് 100 പണ്ഡിതന്മാരെയും വിശുദ്ധ തൈലത്തെയും അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ യൂറോപ്യൻ രാഷ്ട്രീയം മധ്യകാലഘട്ടമായതിനാൽ അവർക്കൊരു കത്തും യാത്ര പകുതിയിൽ ഉപേക്ഷിക്കാൻ പോകുന്ന 2 സന്യാസിമാരെയും മാത്രമേ കൊണ്ടുപോകാൻ ലഭിച്ചുള്ളൂ. അവർ അർമേനിയയിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. അവിടെ മാർക്കോ ആദ്യം മഞ്ഞുമൂടിയ കൊടുമുടികളെയും തേൻ കലക്കിയ വീഞ്ഞിനെയും ഒരു കാലത്ത് ശക്തമായൊരു രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളെയും കണ്ടുമുട്ടുന്നു. ഇപ്പോൾ പ്രാദേശിക കലഹങ്ങളുടെ കുതികാൽ താഴെ വീഴുന്നു. ഇവിടെയാണ് മാർക്കോ ഒരു സ്ഥലത്തെപ്പറ്റി പഠിക്കാൻ തുടങ്ങുന്നത്. വേഗത്തിൽ. തെറ്റായ പട്ടണത്തിലെ ഒരു തെറ്റായ വാക്ക് നിങ്ങളുടെ തല അലങ്കാരമാണ്. പോളോകൾ യഥാർത്ഥത്തിൽ ഒരു നേരായ പാതയിൽ ഉറച്ചുനിന്നോ അതോ വ്യാപാരക്കാറ്റും മംഗോളിയൻ പട്രോളിങ്ങും അനുസരിച്ച് മാറിയിരുന്നോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. പക്ഷേ വ്യക്തമാകുന്നത് അവർ രീതിപരമായി കിഴക്കോട്ട് നീങ്ങുന്നു എന്നതാണ്. മാർക്കോ എല്ലാം പഠിക്കാൻ ശ്രമിക്കുന്നു. ഭാഷകൾ, കറൻസികൾ, മധ്യകാല ടിക്ടോക്ക് പോലുള്ള പ്രാദേശിക ഗോസിപ്പുകൾ പോലും. അവർ മെസപ്പൊട്ടോമിയയിലൂടെ കടന്നുപോകുന്നു.
അവിടെ മരുഭൂമിയിൽ നിന്ന് തകർന്ന പല്ലുകൾ പോലെ ഉയർന്നുവരുന്ന പ്രാചീന അവശിഷ്ടങ്ങൾ. ബാബിലോണിന്റെ തകർന്ന മതിലുകൾ ഇപ്പോഴും ദൃശ്യമാണ്. മാർക്കോ അവരുടെ ഇടയിൽ നടക്കുന്നു. ഒരു ദിവസം ആളുകൾ തന്റെ വാക്കുകൾ അതേ പ്രാചീന വിസ്മയത്തോടെ വായിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധ്യതയില്ല. നൈപുണ്യമുള്ള കരകൗശല വിദഗ്ധർക്ക് പേരുകേട്ട മൊസൂൾ നഗരത്തിൽ മാർക്കോ അമ്പരപ്പിക്കുകയും അല്പം അസ്വസ്ഥനാവുകയും ചെയ്യുന്നു. ഇവിടെ സംഗീതവും ഗണിതവും കൂടിച്ചേരുന്നതായി തോന്നുന്നു. അറബ് പണ്ഡിതന്മാർ കാവ്യാത്മകമായ ചാരുതയോടെ ജ്യാമിതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. വിപണിയിൽ ആവി ഉപയോഗിച്ച് ചിലയ്ക്കുന്ന ഒരു മെക്കാനിക്കൽ പക്ഷിയെ വിൽക്കാൻ ഒരാൾ ശ്രമിക്കുന്നു, ഒരുപക്ഷെ ഫ്രിഞ്ച് ടെക്. എന്നാൽ യൂറോപ്പ് അത് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നത്ര പുരോഗമിച്ചിട്ടില്ല എന്ന ബോധം മാർക്കോക്ക് ലഭിക്കാൻ തുടങ്ങുന്നു. ഇസ്ലാമിക ലോകത്തിന്റെ രത്നമായിരുന്ന ബാഗ്ദാദിൽ 1258 മംഗോളിയൻ ചാക്കിൽ നിന്ന് കരകയർന്ന ഒരു നഗരം അവർ കാണുന്നു. പ്രാദേശിക ഓർമ്മയിൽ ഇപ്പോഴും ഒരു ക്രൂരമായ സംഭവം. അതിൻ്റെ പാടുകൾ എപ്പോഴും ദൃശ്യമാണ്. പക്ഷേ വ്യാപാരം തുടരുന്നു. പട്ട്, സുഗന്ധദ്രവ്യങ്ങൾ, നീലക്കല്ലിൻ്റെ നിറമുള്ള ഗ്ലാസ് മുത്തുകൾ എന്നിവ കൈകളിൽ നിന്ന് കൈകളിലേക്ക് കടന്നുപോകുന്നു. സാമ്രാജ്യം തകർന്നതിനു ശേഷവും കറങ്ങിക്കൊണ്ടിരിക്കുന്ന നാഗരികതകളുടെ നിശബ്ദമായ പ്രതിരോധശേഷി മാർക്കോ രേഖപ്പെടുത്തുന്നു. കുർക്കിയർ നിമിഷങ്ങൾ യാത്രയെ പ്രകോപിപ്പിക്കുന്നു. പേർഷ്യയിൽ നക്ഷത്രരാശികളുടെ ഭൂപടങ്ങൾ ഉപയോഗിച്ച് തലയോട്ടിയിൽ പച്ചകുത്തുന്ന പുരുഷന്മാരെ മാർക്കോ കണ്ടുമുട്ടുന്നു. അവ രാത്രിയാത്രയ്ക്ക് സഹായകമാകുമെന്ന് അവർ അവകാശപ്പെടുന്നു. അദ്ദേഹം ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ വരയ്ക്കൽ അദ്ദേഹത്തിൻ്റെ ശക്തമായ വേഷമല്ലെന്ന് പറയാം. മധ്യകാല നോവലുകളേക്കാൾ നീളമുള്ള താടിയുള്ള പുരോഹിതന്മാർ കാവൽ നിൽക്കുന്ന ചെമ്പ് താഴികക്കുടങ്ങൾക്ക് കീഴിൽ നിത്യജ്വാലകൾ മിന്നിമറയുന്ന സ്വരാഷ്ട്രീയൻ അഗ്നിക്ഷേത്രങ്ങളും അവർ സന്ദർശിക്കുന്നു. ഓരോ സ്റ്റോപ്പിലും പോളോകൾ സമ്മാനങ്ങളും സുരക്ഷിതമായ വഴികാട്ടൽ കത്തുകളും വാഗ്ദാനം ചെയ്യുന്നു. യാം എന്നറിയപ്പെടുന്ന മംഗോളിയൻ തപാൽ സംവിധാനം സജീവമാണ്. കുതിരകൾ, വഴി സ്റ്റേഷനുകൾ, പൈസ എന്നറിയപ്പെടുന്ന പാസ്പോർട്ടുകൾ എന്നിവ അതിൻ്റെ ഉദ്യോഗസ്ഥവൃന്ദത്തെ എങ്ങനെ നയിക്കണമെന്നറിയുന്നവർക്ക് താരതമ്യേന സുഗമമായ യാത്ര അനുവദിക്കുന്നു. അവരുടെ ഭാഗ്യം നിക്കോളോയും മാഫിയോയും പ്രൊഫഷണലുകളാണ്. ചില പട്ടണങ്ങളിൽ ചൊവ്വയിൽ നിന്ന് വന്നതുപോലെ നാട്ടുകാർ അവരെ നോക്കുന്നു. മറ്റു ചിലർ അവരെ രാജകീയമായി സ്വാഗതം ചെയ്യുന്നു. പൊരുത്തങ്ങളായിരിക്കണം ആവേശം, പക്ഷേ അപകടവുമാണ്. പ്രാദേശിക യുദ്ധപ്രഭുക്കന്മാർ പ്രവചനാതീതമാണ്. ഒന്നിലധികം തവണ പോളോകൾ പെട്ടെന്നുള്ള ചിന്തയെയും നന്നായി സ്ഥാപിക്കപ്പെട്ട കുറച്ച് സ്വർണ്ണ നാണയങ്ങളെയും ആശ്രയിക്കുന്നു. മംഗോളിയൻ പ്രദേശത്തിൻ്റെ അരികയിലേക്ക് അടുക്കുമ്പോഴേക്കും വെനീസ് വിട്ടുപോയത് അതേ ആൺകുട്ടിയല്ല മാർക്കോ. അവൻ വെയിലിൽ പൊള്ളലേറ്റവനും നുണ പറയുന്നതിൽ മിടുക്കനും പേർഷ്യൻ ഭാഷയിൽ അല്പം പ്രാവീണ്യമുള്ളവനും ഭൂപടത്തിൽ യൂറോപ്പിനെ പോലും ശ്രദ്ധിക്കാത്ത സംസ്കാരങ്ങളിൽ ആകൃഷ്ടനുമാണ്. അവർ അന്വേഷിക്കുന്ന മനുഷ്യന്റെ മന്ത്രിപ്പുകൾ അവൻ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. കുബ്ബായ് ഖാൻ, കൊറിയ മുതൽ ഹംഗറി വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ ചെങ്കിസിൻ്റെ ചെറുമകൻ. ചിലർ പറയുന്നത് അദ്ദേഹം സ്വർണ്ണപാത്രങ്ങളിലാണ് ഭക്ഷണം കഴിക്കുന്നതെന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഒരാംഗ്യത്തിലൂടെ മിന്നലിനെ വിളിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ്. മാർക്കോ അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്നിരിക്കുന്നു. ഒരു യാത്രാ ജേണലും. മരുഭൂമി ചക്രഹലം അവരുടെ മുൻപിൽ കത്തിച്ച ചുരുൾ പോലെ ഉയരുമ്പോൾ മാർക്കോ ഒരു ദീർഘനിശ്വാസമെടുക്കുന്നു. കിഴക്കോട്ട് മംഗോളിയരുടെ നാട് കിടക്കുന്നു. കുതിരകൾ നാണയത്തിന് പകരമുള്ള, കൂടങ്ങൾക്ക് അവരുടേതായ ശ്രേണിയുള്ള, അമ്പകളുടെയും കാറ്റിൻ്റെയും പിന്നിൽ സാമ്രാജ്യങ്ങൾ ഉയർന്നുവരുന്ന ഒരു ലോകത്തിലേക്ക് അവർ പ്രവേശിക്കാൻ പോകുന്നു. പ്രിയ സ്വപ്നജീവികളെ, ഇതൊരു തുടക്കം മാത്രമാണ്. ബൈസന്റൈൻ ലോകത്തിന്റെ അതിർത്തികളിൽ നിന്ന് മിഡിൽ ഈസ്റ്റേൺ മേസിലേക്കുള്ള യാത്ര ഒരു റോഡെന്നതിനേക്കാൾ അത് ജിയോഗ്രഫി, നയതന്ത്രം എന്നിവയെല്ലാം ചേർന്നതാണ്. മാർക്കോ, അച്ഛൻ നിക്കോളോ, അമ്മാവൻ മാഫിയോ എന്നിവർ പേർഷ്യയിലേക്ക് അഥവാ ആധുനിക ഇറാനിലേക്ക് കൂടുതൽ ആഴത്തിൽ പ്രവേശിക്കുന്നു. അവിടെ മരുഭൂമിയിലെ കാറ്റ് ഏലക്കയുടെയും വിയർപ്പിൻ്റെയും ഗന്ധവും നഗരങ്ങളെക്കാൾ പഴക്കമുള്ള കഥകളും വഹിക്കുന്നു. വ്യാപാരത്തിൻ്റെയും മന്ത്രിപ്പിൻ്റെയും കണ്ണഞ്ചിപ്പിക്കുന്ന കേന്ദ്രമായ ടബ്രീസിലൂടെയാണ് റോഡ് നീളുന്നത്. പട്ടും രാഷ്ട്രീയവും കൂടിച്ചേരുന്ന ഒരു നഗരമാണിത്. ചായക്കടകളിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചാൽ സുഗന്ധദ്രവ്യമായി മറച്ചുവെച്ച വിഷം ഓർഡർ ചെയ്യുന്ന ഒരു മംഗോൾ ചാരനെ നിങ്ങൾക്ക് കേൾക്കാനാകും. മാർക്കോയെ സംബന്ധിച്ചിടത്തോളം കിഴക്ക് യഥാർത്ഥത്തിൽ എത്ര വലുതാണെന്ന് അയാൾക്ക് ആദ്യം മനസ്സിലാകുന്നത് ടബ്രീസിൽ നിന്നാണ്. അത് വെറും വിദേശമല്ല, അത് തികച്ചും വ്യത്യസ്തമായ ഒരു താളത്തിലാണ് പ്രവർത്തിക്കുന്നത്.
അവിടെ പുരുഷന്മാർ തെരുവിൽ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഒരു ദർവീഷ് ആഴ്ചകൾക്കോളം സ്പിൻ ചെയ്യുന്നത് അദ്ദേഹം നോക്കി നിൽക്കുന്നു. ഒടുവിൽ അതൊരു പ്രകടനമല്ലെന്നും അതൊരു പ്രാർത്ഥനയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. ഒരു പ്രധാന സത്യമാണ്, മാർക്കോ പോളോ എത്തുന്നതിന് ഏറെക്കാലം മുൻപേ തന്നെ ടബ്രീസ് ഒരു പ്രധാന സിൽക്ക് റോഡ് നഗരമായിരുന്നു. ചൈനയെ മെഡിറ്ററേനിയൻ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന നിർണായക കേന്ദ്രം. അതിൻ്റെ മാർക്കറ്റുകൾ പാരമ്പര്യ പ്രസിദ്ധമായിരുന്നു. അതിൻ്റെ പരവതനികൾ ലോകപ്രസിദ്ധമായിരുന്നു. അതിൻ്റെ രാഷ്ട്രീയമോ വഴുക്കലുള്ളതായിരുന്നു. ഓരോ ഹസ്തദാനവും സുരക്ഷയെ അർത്ഥമാക്കുന്നില്ലെന്ന് പോളോ ഉടൻ മനസ്സിലാക്കുന്നു. അടുത്തുള്ള യാസ്ദ് നഗരത്തിൽ മംഗോളിയൻ മേധാവിത്വങ്ങളുടെയും മാറിക്കൊണ്ടിരിക്കുന്ന വിശ്വസ്തതകളുടെയും ഇടയിൽ നിശബ്ദമായി അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ലോലമായ സ്വരാഷ്ട്രീയൻ ജനതയെ അവർ കാണുന്നു. നൂറ്റാണ്ടുകളായി കത്തിക്കൊണ്ടിരിക്കുന്ന പവിത്രമായ തീജ്വലയെ ആരാധിക്കുന്നവരെ നോക്കി വിശാലമായ കണ്ണുകളുള്ള മാർക്കോ തൻ്റെ മനസ്സിൻ്റെ പുസ്തകത്തിൽ അത് കുറിച്ചിരുന്നു. രാഷ്ട്രീയം എല്ലായ്പ്പോഴും ദൈവങ്ങളെക്കുറിച്ചല്ലെന്ന് അദ്ദേഹം സംശയിക്കാൻ തുടങ്ങുന്നു. ഇവിടെയാണ് യാത്ര ഏറെ കഠിനമാണ്. വിട്ടുമാറാത്ത സൂര്യൻ്റെ കീഴിൽ പകലുകൾ നീണ്ടു നിൽക്കുന്നു. രാത്രികൾ കുറുക്കന്മാരും ദൂരെ നിന്നും കുളുമ്പുകളുടെ ശബ്ദവും കേൾക്കുന്നു. ഒരു യാസിസ് പട്ടണത്തിൽ പനിക്കുള്ളൊരു പരിഹാരമായി കഴുത്തുവരെ മണലിൽ കുഴിച്ചിട്ടിരിക്കുന്ന പുരുഷന്മാരെ മാർക്കു കാണുന്നു. അത് ഫലപ്രദമാണോ അല്ലയോ എന്നത് ഇനിയും അറിയാൻ കഴിയില്ല. എന്നാൽ അവരിൽ പലരും കയ്യിൽ വൈൻ പിടിച്ചിരുന്നതായാണ് മാർക്കു കുറിക്കുന്നത്. അത് ചികിത്സയുടെ ഭാഗമായിരുന്നേനെ എന്നുള്ള സംശയമുണ്ട്. അവർ കിഴക്ക് കയറിപ്പോകുന്തോറും മംഗോൾ സാന്നിധ്യം കൂടുന്നത് കാണാം. കുന്നിൻ മുകളിൽ കോട്ടകൾ പതുങ്ങി നിൽക്കുന്നു. ചെങ്കിസ് ഖാന്റെ ചെന്നായിയുടെ മുഖമുള്ള ബാനറുകൾ അലയടിക്കുന്നു. മംഗോളിയൻ നിയന്ത്രണത്തിലുള്ള പട്ടണങ്ങളിൽ ഒരു വിരളമായ ശാന്തതയുണ്ട്. ക്രമീകൃതവും അച്ചടക്കമുള്ളതും എന്നാൽ പെട്ടെന്നുള്ള അക്രമത്തിൻ്റെ ഭീഷണി നിറഞ്ഞതുമാണ്. ഖാന്റെ നിയമം നിർഭാഗ്യവശാൽ വളരെ കടുത്തതാണ്. മോഷ്ടാക്കൾക്കും ബഹിഷ്കരണങ്ങൾക്കും നികുതി തട്ടിപ്പുകൾക്കും ശിക്ഷ എന്നത് പുനരുത്പാദിപ്പിക്കാനാവാത്തത് എന്തെങ്കിലും നഷ്ടപ്പെടുക എന്നത് തന്നെയാണ്. യൂറോപ്പിൽ ഓരോ ചെറിയ രാജാവും ഒരു ടോൾ ഈടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം മാർക്കോ ഇവിടെ ഒരു വ്യത്യസ്തത കാണുന്നു. വ്യാപാരികളെ ബഹുമാനിക്കുന്നു. വസ്തുതയിൽ മംഗോളിയക്കാർ ഒരു സുരക്ഷിത വ്യാപാരി ഇടനാഴി പോലെയുള്ളൊന്ന് നിർമ്മിച്ചിട്ടുമുണ്ട്. ഇത് തികഞ്ഞതല്ല, എന്നാൽ അത് വിപ്ലവകരമാണ്. പ്രത്യേകിച്ചും മതപരമായ കത്തുകൾ, ആഡംബര വസ്തുക്കൾ എന്നിവ കൊണ്ടുപോകുന്ന 3 ഇറ്റാലിയൻ വ്യാപാരികൾക്കും കൂടാതെ ധൈര്യത്തിലേക്ക് വളരുന്ന ഒരു 17കാരനും ഉൾപ്പെടെ യാത്ര ചെയ്യുമ്പോൾ പോളോകൾക്ക് ശത്രുക്കളില്ലാതെ തങ്ങളെത്തിയത് സാദൃശ്യമോ അതോ ശക്തമായ മംഗോൾ കൂട്ടുകാരുണ്ടായതുകൊണ്ടോ എന്ന് ചരിത്രകാരന്മാർ ഇന്നും ചർച്ച ചെയ്യുന്നു. ചിലർ അവകാശപ്പെടുന്നത് അവർ തങ്ങളുടെ കഷ്ടപ്പാടുകൾ പെരുപ്പിച്ചു കാണിച്ചു എന്നാണ്. മറ്റു ചിലർ പറയുന്നത് തങ്ങൾ നേരിട്ട അപകടങ്ങളുടെ വലിപ്പം കഷ്ടിച്ചു മനസ്സിലാക്കിയെന്നാണ്. അവർ ഖർമാനിലേക്കാണ് യാത്ര. മരുഭൂമിക്ക് നടുവിൽ ഒഴിഞ്ഞിരിക്കുന്ന മരുഭൂമിയിലെ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഖർമാനിലെത്തുമ്പോൾ ഇന്ത്യ, അറേബ്യ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം ഒരേ ചതുരത്തിൽ ഉൾപ്പെടുന്ന ഒരു തിരക്കേറിയ മാർക്കറ്റ് മാർക്കോ ആദ്യമായി കാണുന്നു. സുഗന്ധദ്രവ്യങ്ങൾ, മുത്തുകൾ, മസാലകൾ, നീലം, കുത്തിയെടുത്ത ആനക്കൊമ്പ്, ചീപ്പുകൾ എന്നിവയുടെ ഒരു വലിയ ശേഖരം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഖർമാനിൽ മാർക്കോ കാഴ്ചവെക്കുന്ന മറ്റൊരു ദൃശ്യവുമുണ്ട്. വ്യാപാരക്കാരായ സ്ത്രീകൾ മുഖം മറച്ചെങ്കിലും ശക്തമായ നിയന്ത്രണത്തോടെ ഇടപാടുകൾ നടത്തുന്നു. ഒരു സ്ത്രീ വിലപേശുന്നതിനിടയിൽ ഒരിക്കൽ പോലും കണ്ണു ചിമ്മാതെ നയിക്കുന്ന ഒരു പെട്ടി, നീലക്കല്ലുകൾക്കായുള്ള ഒരു കരാർ അയാൾ കാണുന്നു. സമ്മതിയില്ലാതെ പാകത്തിൽ വഴക്കത്തിൽ ഒരിക്കൽ പോലും കണ്ണിളക്കാതെയാണ് അവൾ ഇടപാട് തീർക്കുന്നത്. അയാൾക്ക് മതിപ്പ് തോന്നി, അല്പം ഭയവും. ഇതെല്ലാം നടക്കുമ്പോഴാണ് ഖർമാനിൽ മാർക്കോ ആദ്യമായി ഒരനുഗ്രഹിക്കപ്പെടാത്ത പേരായ ഖഥായ് എന്നതിനെക്കുറിച്ച് കേൾക്കുന്നത്. കിഴക്കോട്ട് കിടക്കുന്ന ഒരു രഹസ്യഭരിതമായ ദേശം. ചിലർ പറയുന്നു അവിടെ മാർബിൾ കൊണ്ടുണ്ടാക്കിയ നഗരങ്ങളുണ്ടെന്ന്. മറ്റു ചിലർ പറയുന്നു അവിടെ രാജാവ് ആനപ്പുറത്ത് സവാരി ചെയ്യുകയും ഒരു ഡ്രാഗൺ കുഞ്ഞ് സ്വന്തമായി ഉള്ളവനാണെന്നും. സംശയം തോന്നുന്നുണ്ടോ? മാർക്കോയ്ക്കില്ല. അവൻ 17കാരൻ. ഡ്രാഗണുകൾ ഇപ്പോഴും അവൻ്റെ തട്ടിലാണ്. കെർമാൻ വിട്ട് അവരൊരു ചെറിയ കാരവാനുമായി ഒരു മംഗോളിയൻ പാസിന്റെ സംരക്ഷണത്തിൽ യാത്ര ചെയ്യുന്നു. അവരുടെ പൈസ, ഒരു പൊൻതകടിലുള്ള സുരക്ഷിത യാത്രാ അംഗീകാരം ചക്രവർത്തിയുടെയും ഖാന്റെയും അധികാരത്തിന് തെളിവായി മിന്നുന്നു. ഇത് ഏഷ്യയിലേക്കുള്ളൊരു ബാക്ക് സ്റ്റേജ് പാസ് പോലെയാണ്. കൂടുതൽ സമയം അത് ഉപയോഗിക്കുന്നു. അവർ കൂടുതൽ വരണ്ട പ്രദേശങ്ങളിലേക്ക് കടക്കുന്നു.
മരുഭൂമിയിൽ അങ്കണങ്ങളിൽ കാരവാൻ സാരായികൾ, അതായത് പഴയകാലത്തെ പാതയോര ഹോട്ടലുകൾ പോലുള്ള വലിയ കല്ലുകെട്ടുകളിൽ നിർത്തുന്നു. ഇവിടെ അവർ യാത്രക്കാരുമായി കഥകൾ പങ്കുവയ്ക്കുന്നു. ചിലർ ഖാന്റെ മഹൽ സന്ദർശിച്ചുവെന്ന് പറയുന്നു. പക്ഷേ അതെല്ലാം ഒരു ബന്ധുവോ സുഹൃത്തോ ആയിരിക്കും. എപ്പോഴും സ്പോഞ്ച് പോലുള്ള മാർക്കോ എല്ലാ കഥകളും കേൾക്കുന്നു. അത് ഭാവിയിൽ ഒരു അധ്യായത്തിനായി ഫയൽ ചെയ്യുന്നു. മാർക്കോ ഒരു രസകരമായ കാര്യം അവിടെ കാണാനിടയായി. ഒരു ഒയാസിസ് പട്ടണത്തിൽ അവിടുത്തെ നാട്ടുകാർ മരുഭൂമിയിലുള്ള എലികളെ പിടിക്കാൻ പരികൾ അല്ലെങ്കിൽ ഫാൽക്കണുകൾ ഉപയോഗിക്കുന്നത് പരിശീലിക്കുന്നു. അതൊരു വിനോദമല്ല, മറിച്ച് ഭക്ഷണശേഖരണത്തിനും കീടനിയന്ത്രണത്തിനും വേണ്ടിയുള്ളതാണ്. മരുഭൂമി സസ്യങ്ങളോടൊപ്പം റോസ്റ്റ് ചെയ്ത എലി അവിടുത്തെ പ്രധാന വിഭവമായിരുന്നു. മാർക്കോ അതിൻ്റെ രുചിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവരുടെ യാത്ര പിന്നീട് ഹോർമൂസിലൂടെയാണ് കടന്നുപോകുന്നത്. അവിടെ ഒരു കപ്പലിൽ കിഴക്കോട്ട് കയറാനുള്ള ആകാംക്ഷ തങ്ങളുടെ യാത്ര വഴിയിൽ നിർത്തുമോ എന്നുവരെ എത്തുന്നു. എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രം കൊടുങ്കാറ്റുള്ളതാണ്. അവരുദ്ദേശിച്ച കപ്പൽ മത്സ്യ എണ്ണയും പ്രാർത്ഥനകളും കൊണ്ട് അടച്ച തുന്നിച്ചേർത്ത പലകകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൂത്ത പോലോസ് ഈ ആശയം കഷ്ടിച്ച് നിരാകരിച്ചു. മാർക്കോ മടുത്തു. പക്ഷെ പിന്നീട് അത്താഴത്തിനിടയിൽ ഒരു കപ്പൽ മറിഞ്ഞതായി കേട്ടപ്പോൾ അത് ശരിയായ തീരുമാനമായിരുന്നെന്ന് സമ്മതിക്കുന്നു. പിന്നീട് അവിടെ അസുഖം വരുന്നു. ഇന്നത്തെ തെക്കൻ ഇറാനായ മക്രാൻ തീരത്തിനടുത്ത് മാർക്കോ കടുത്ത പനി ബാധിച്ചു വീഴുന്നു. ചൂട് ഭയങ്കരമാണ്. ഈച്ചകൾ ആർക്കുന്നു. പല ദിവസങ്ങളായി ഒരു കൂടിലിൽ കിടന്ന് അദ്ദേഹം വിചിത്രമായ ഭ്രമങ്ങൾ കാണുന്നു. മണലിനടിയിൽ വെനീഷ്യൻ ഗണ്ടോളകൾ തുള്ളുന്നതെന്നുവരെ. അവനെ മരുഭൂമിയിൽ തന്നെ കുഴിച്ചിടേണ്ടി വരുമെന്ന് അവൻ്റെ അച്ഛൻ ഭയപ്പെടുന്നു. എങ്കിലും മാർക്കോ അതിൽ നിന്ന് കരകയറുന്നു, ദുർബലമെങ്കിലും ജീവനോടെ. മരണത്തിൻ്റെ വക്കിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിലും പ്രധാനമായി ജീവിതം എത്ര എളുപ്പത്തിൽ ഇവിടെ നഷ്ടപ്പെടുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇപ്പോൾ എല്ലാ ദിവസവും കടം വാങ്ങിയ നാണയം പോലെയാണ് തോന്നുന്നത്. അവർ മംഗോൾ സാമ്രാജ്യത്തിൻ്റെ അതിരുകളിലേക്ക് നീങ്ങുമ്പോൾ ഭൂദൃശ്യവും മാറുന്നു. മണൽ കുറയും, പുൽമേടുകൾ കൂടുന്നു, കാറ്റിൽ അന്യമായ പക്ഷികളുടെ പാട്ടുകളും കൂടി. രാത്രികൾ ഇനി തണുപ്പാണ്. അവർ മഹാഖാന്റെ രാജ്യത്തിനടുത്തേക്ക് എത്തിക്കുന്നു. മാർക്കോ തൻ്റെ പിതാവിനോടൊപ്പം സവാരി ചെയ്യുന്നു. അവൻ്റെ കണ്ണുകളിലെ ബാലിശമായ തിളക്കം ഇപ്പോൾ മരുഭൂമിയിലെ പൊടിപടലങ്ങളാലും ശാന്തമായ ദൃഢനിശ്ചയത്താലും മയപ്പെട്ടിരിക്കുന്നു. അവൻ ഇനി വെറുതെ മുന്നോട്ടു പോകുന്നില്ല. എന്തുതന്നെയായാലും ഈ യാത്രയുടെ ഭാഗമാണ് അവൻ. പോളോകൾ മംഗോളിയൻ മേഖലകളിലേക്ക് കടന്നിരിക്കുന്നു. റോഡുകൾ സുഗമമാണ്, അല്ലെങ്കിൽ കൂടുതൽ നിരപ്പായതാണ്. ചെക്ക് പോസ്റ്റുകളിലെ കാവൽക്കാർ മംഗോളിയൻ ഭാഷയുടെ മൂർച്ചയുള്ള ഹൃദ്യമായ ശബ്ദത്തിൽ സംസാരിക്കുന്നു. സൂര്യതാപമേറ്റതും ചെറുതായി കറുത്തതുമായ മുടിയുള്ള 3 യൂറോപ്യന്മാരെ എല്ലാവരും കണ്ണിമ വെട്ടാതെ നോക്കുന്നു. വാസ്തവത്തിൽ അവർക്ക് ചില കൗതുകകരമായ നോട്ടങ്ങൾ ലഭിക്കുന്നു, പക്ഷേ സൗഹൃദപരമല്ലാത്ത നോട്ടങ്ങളല്ല. ഇവിടെ ഗ്രേറ്റ് ഖാന്റെ വിശാലമായ ശൃംഖലയ്ക്ക് കീഴിൽ വിദേശികൾ അസാധാരണരാണ്, പക്ഷേ സംശയാസ്പദമല്ല. അവർ കണ്ടുമുട്ടുന്ന ആളുകളിൽ മാർക്കോ ഉടനടി ആകൃഷ്ടനാകുന്നു. നാടോടി ഗോത്രങ്ങൾ ഭൂപ്രകൃതിയിൽ ചിതറിക്കിടക്കുന്നു. അവരുടെ കൂടാരങ്ങൾ, അതായത് ഗേഷ് അല്ലെങ്കിൽ യർട്ടുകൾ, വൃത്താകൃതിയിലുള്ളതും മരച്ചട്ടയുള്ള താഴികക്കുടങ്ങൾ ബെൽറ്റ് കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ചലനാത്മകമായതുപോലെ ചൂടുള്ളതുമാണ്. അകത്ത് കുടുംബങ്ങൾ അടുപ്പുകളിൽ പാചകം ചെയ്യുന്നു, പുളിപ്പിച്ച കുതിരയുടെ പാൽ കുടിക്കുന്നു, അതിഥികളെ വളരെ ആതിഥ്യമര്യാദയോടെ പരിഗണിക്കുന്നു. മാർക്കോ ഒരിക്കൽ ഐരാഗ് കുടിക്കുന്നു. അവൻ അത് മൂക്കിലൂടെ തിരികെ ചുമയ്ക്കാൻ പോകുന്നു. ഒരു സ്വായത്തമാക്കിയ രുചി എന്ന് അമ്മവൻ നയതന്ത്രമായി പിറുപിറുക്കുന്നു. മാർക്കോ മംഗോളിയൻ ജീവിതത്തിന്റെ അപരിചിതത്വം പെരുപ്പിച്ചു കാണിക്കുകയാണോ, അതോ അയാളുടെ പാശ്ചാത്യ കണ്ണുകൾക്ക് താൻ കാണുന്നതിനെ വിവർത്തനം ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്നോ ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. മാർബിൾ ഹാളുകളും കൽഗോപുരങ്ങളും പരിചയമുള്ള ഒരു വെനീഷ്യക്കാരന് ഒരു കൂടാരത്തിൽ താമസിക്കുന്ന ഒരു ഭരണാധികാരിയുടെ കാഴ്ച അവിടുത്തെ വളരെ ആഡംബരപൂർണമായ കാഴ്ച പോലും തികച്ചും വിചിത്രമായി തോന്നാം. അതെ, ഈ കൂടാരങ്ങളിൽ ചിലത് അവിശ്വസനീയമാം വിധം ആകർഷകമാണ്. ആധുനിക അഫ്ഗാനിസ്ഥാനിലെ ബാൽഖിനടുത്തുള്ള കുബ്ലായ് ഖാന്റെ ബന്ധുവായ ഒരു മംഗോളിയൻ രാജകുമാരന്റെ താവളത്തിലേക്ക് മാർക്കോ സന്ദർശിക്കുന്നു. മിക്ക യൂറോപ്യൻ വീടുകളേക്കാൾ വലുതാണ് യാർട്ട് എന്ന വലിയ കൂടാരം. സിൽക്ക് ഗ്രാപ്പുകളും സ്വർണം പൂശിയ ഫർണിച്ചറുകളും സൂപ്പിൽ നിന്ന് ഈച്ചകളെ ഓടിക്കുക എന്ന ജോലി മാത്രമുള്ള ഒരു 10 സേവകനെയും കൊണ്ട് അലങ്കരിക്കുന്നു. വെനീസിൽ അങ്ങനെ ഒരു ജോലി ചെയ്തിരുന്നുവെങ്കിൽ എന്ന് മാർക്കോ നിശബ്ദമായി ആഗ്രഹിക്കുന്നു. ഒരു മുഖ്യധാരാ വസ്തുത എന്തെന്നാൽ
ഈ ഘട്ടത്തിൽ മംഗോളിയൻ സാമ്രാജ്യം ഒരു ക്രൂരമായ യുദ്ധയന്ത്രം മാത്രമല്ല, അതൊരു ലോജിസ്റ്റിക് മാസ്റ്റർപീസ് കൂടിയാണ്. റിലേ സ്റ്റേഷനുകളുടെയും കൊറിയറുകളുടെയും ശൃംഖല, യാം സിസ്റ്റം സന്ദേശങ്ങളെയും യാത്രക്കാരെയും ഞെക്കിക്കുന്ന വേഗത്തിൽ വലിയ ദൂരം കടക്കാൻ അനുവദിക്കുന്നു. മാർക്കോയും കുടുംബവും ഇതിൽ നിന്ന് നേരിട്ട് പ്രയോജനം നേടുന്നു. ഓരോ മണിക്കൂറിലും കുതിരകളെ മാറ്റിക്കൊണ്ട് അവർ ഒരു VIP ഓൾ ആക്സസ് പാസ് പോലെ അവരുടെ സ്വർണ്ണ മെഡൽ എല്ലായിടത്തും അവർ കാണിക്കുന്നു. മംഗോളിയൻ ഭരണകൂടത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ബഹുഭാഷയും ഉന്നത വിദ്യാഭ്യാസവുമുള്ള ശാസ്ത്രജ്ഞരായ എഴുത്തുകാരാൽ നിറഞ്ഞ ഒരു മരുഭൂമി നഗരമായ കരഖോജയിൽ അവരെത്തുന്നു. ചൈനീസ് ഭാഷയിൽ നിന്ന് പെർഷ്യൻ ഭാഷയിലേക്ക്, പിന്നീട് മംഗോളിയൻ ഭാഷയിലേക്ക് പുരുഷന്മാർ രേഖകൾ വിവർത്തനം ചെയ്യുന്നത് മാർക്കോ അത്ഭുതത്തോടെ കേൾക്കുന്നു. അതൊരു സല്ലാപജാല തന്ത്രം പോലെയാണ്. അദ്ദേഹം സ്തബ്ധനാണ്. വെനീസിലും പണ്ഡിതന്മാരുമുണ്ട്, പക്ഷെ അവരിൽ ഭൂരിഭാഗവും ഇപ്പോഴും ഭൂമി ഒരു ആപ്പിളിൻ്റെ ആകൃതിയിലാണോ അതോ വാൾനട്ടിൻ്റെ ആകൃതിയിലാണോ എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫാഷനുണ്ട്. മാർക്കോ വസ്ത്രങ്ങളുടെ വിശദമായ കുറിപ്പുകൾ എടുക്കുന്നു. രോമങ്ങൾ നിറഞ്ഞ വസ്ത്രങ്ങൾ, ബീഡ് ചെയ്ത ബൂട്ടുകൾ, തൂങ്ങിക്കിടക്കുന്ന പട്ടുനൂലുകളുള്ള കോൺ ആകൃതിയിലുള്ള തൊപ്പികൾ. കുതിരസവാരി ചെയ്യുന്ന, എസ്റ്റേറ്റുകൾ കൈകാര്യം ചെയ്യുന്ന, ഇടയ്ക്കിടെ സൈന്യങ്ങളെ നിയന്ത്രിക്കുന്ന മംഗോളിയൻ സ്ത്രീകളുടെ ഉയർന്ന പദവി അദ്ദേഹം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. ഒരു പട്ടണത്തിൽ ഒരു പ്രഭുസ്ത്രീ തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടുന്നതിനിടയിൽ തൻ്റെ മകനെ അമ്പെയ്ത്ത് പഠിപ്പിക്കുന്നത് അദ്ദേഹം കാണുന്നു. മൾട്ടി ടാസ്കിംഗ് മാഫിയോ പെറുപെറുക്കുന്നു. മാർക്കോ മാനസിക കുറിപ്പുകൾ എടുക്കുന്ന തിരക്കിലാണ്. എന്നാൽ ഇതെല്ലാം വലിയ കൂടാരങ്ങളും സിൽക്ക് തൊപ്പികളുമല്ല. കാലാവസ്ഥ വേഗത്തിൽ മാറുന്നു. ഒരു ദിവസം സൂര്യൻ ഭൂമിയെ ചുട്ടുകളയുന്നു. അടുത്ത ദിവസം മഞ്ഞുമൂടിയ മഴ അവരുടെ മുഖത്തെ കാഞ്ഞടിക്കുന്നു. ആടിൻ്റെ ഗന്ധമുള്ള കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ച് അവർ കാരവാനുകളിൽ ഒത്തുകൂടുന്നു. മാർക്കോ താൻ ഉറങ്ങുന്ന സ്ഥലം പങ്കിട്ട മൃഗങ്ങളുടെ ഒരു മാനസിക പട്ടിക സൂക്ഷിക്കാൻ തുടങ്ങുന്നു. അവൻ 9ാം സ്ഥാനത്താണ്. പിന്നെ ടിയാൻഷാൻ പർവ്വതനിരകൾക്ക് സമീപത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ മാർക്കോ തൻ്റെ കൗമാര തലച്ചോറിനെ പൂർണ്ണമായും തളർത്തുന്ന ഒന്ന് കണ്ടെത്തുന്നു. ഒരു പോർട്ടബിൾ പ്രിന്റിംഗ് പ്രസ്. ഇത് പ്രാകൃതമാണ്. പ്രാദേശിക പ്രാർത്ഥനകൾ കൊത്തിയെടുത്ത ബ്ലോക്കുകൾ. പക്ഷെ അത് പ്രവർത്തിക്കുന്നു. ഈ രീതിയിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടെക്സ്റ്റുകളുടെ ആശയം യൂറോപ്പിൽ അടുത്ത 2 നൂറ്റാണ്ടുകളിലേക്ക് എത്തില്ല. പക്ഷേ ഇതാ, സ്റ്റെപ്പിയുടെ മധ്യത്തിൽ നിശബ്ദമായി രേഖകൾ തയ്യാറാക്കുന്നു. ആരും ഇത് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, മാർക്കോ പെറുപെറുക്കുന്നു. ഗ്ലാസുകൊണ്ട് നിർമ്മിച്ച നഗരങ്ങൾ, എക്കല് ക്ഷീണിക്കാത്ത കുതിരകൾ, ചന്ദ്രൻ കുളിക്കാൻ വരുന്ന ഒരു തടാകം എന്നിവയുടെ മന്ത്രങ്ങളുകളും അദ്ദേഹം കേൾക്കുന്നു. മാർക്കോയുടെ മനസ്സിപ്പോൾ വിശാലമായി തുറന്നിരിക്കുന്നു. ഈ നാട്ടിൽ മിത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള വര വളരെ നേർത്തതാണ്. ഒരു ചെറിയ വാർത്ത. ഒരു ക്യാമ്പിൽ പോളോ കുടുംബത്തെ പുളിപ്പിച്ച ആടുതൈരും പഞ്ചസാര തേളുകളും വിളമ്പുന്ന ഒരു വിരുന്നിലേക്ക് ക്ഷണിക്കുന്നു. മാർക്കോ മാന്യമായി പെരുമാറാൻ ശ്രമിക്കുന്നു. പൊടിച്ച തേനുപോലെയാണ് രുചി എന്ന് സ്വയം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഓർമ്മകൾ കഴുകിക്കളയാൻ ഒരു കപ്പ് ഐറാഗ് താഴെ ഇറക്കുന്നു. ഖൊറാസാൻ മേഖലയിൽ നിന്ന് ഇപ്പോൾ പടിഞ്ഞാറൻ ചൈനയിലേക്ക് അവർ കടക്കുമ്പോൾ ഭൂപ്രദേശം വീണ്ടും മാറാൻ തുടങ്ങുന്നു. ഇവിടെ കുഴിച്ചിരിക്കുന്ന നഗരങ്ങളുണ്ട്. ഒരു കാലത്ത് മണൽ വിഴുങ്ങിയ ശക്തമായ വ്യാപാര പോസ്റ്റുകൾ. അവയുടെ അസ്ഥികൂടങ്ങൾ തകർന്ന വാരിയെല്ലുകൾ പോലെ മണൽക്കൂനകളിൽ നിന്ന് തുളച്ചു കയറുന്നു. പ്രാദേശിക ഗൈഡുകൾ പ്രേതനഗരങ്ങളുടെ കഥകൾ പറയുന്നു. അവിടെ ശബ്ദങ്ങൾ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നു. അവൻ്റെ കഴുത്തിലെ ആ തണുപ്പ് കാറ്റിൽ നിന്നാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് മാർക്കോ ആശങ്കിക്കുന്നു. തക്ല മക്കാൻ മരുഭൂമിയുടെ അരികിൽ സ്ഥിതി ചെയ്യുന്ന നിർണായകമായ സിൽക്ക് റോഡ് പട്ടണമായ ഡെൻഹ്വാങ്ങിൽ അവർ എത്തിച്ചേരുന്നു. ഇവിടെ ബുദ്ധഗുഹകൾ പാറക്കെട്ടുകളെ തേനീച്ച പോലെ മൂടുന്നു. നൂറ്റാണ്ടിൻ്റെക്കാൾ പഴകിയ കഥകൾ അവയുടെ ചുമരുകളിൽ വരച്ചിരിക്കുന്നു. പയറും വെളിച്ചവും കഴിച്ച് ജീവിക്കുന്ന സന്യാസിമാരുടെ ഇടയിൽ മാർക്കോ നടക്കുന്നു. 1 ഡസൻ ഭാഷകളിൽ പ്രാർത്ഥനകൾ കേൾക്കുന്നു. ഇത് ശാന്തമാണ്, ഏതാണ്ട് വളരെ ശാന്തമാണ്. അടുത്തത് ഭയങ്കരമായ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാർക്കോ കരുതുന്നു. ഡൺഹുവാങ്ങിൽ മൂവരും യാത്രയുടെ ഏറ്റവും അപകടകരമായ ഭാഗത്തിനായി തയ്യാറെടുക്കുന്നു. മരണത്തിൻ്റെ മരുഭൂമി എന്നറിയപ്പെടുന്ന തക്ലാമാഗാൻ മരുഭൂമി കടക്കുന്നു. അത് അല്പം പോലും കാവ്യാത്മകമല്ലാത്ത ഒരു പേരാണ്. നിങ്ങൾ ഇവിടെ വഴിതെറ്റിയാൽ നിങ്ങൾ അപ്രത്യക്ഷരാകും. അസ്ഥികളില്ല, ട്രാക്കുകളില്ല. ആ കടൽ പോലത്തെ മരുഭൂമി എല്ലാം വിഴുങ്ങിക്കളയും. അവർ പോകുന്നതിനു മുമ്പ് ഒരു വൃദ്ധ സന്യാസി മാർക്കോക്ക് ഒരു ചെറിയ ടോക്കൺ നൽകുന്നു. സംരക്ഷണ ചിഹ്നങ്ങൾ കൊത്തിയെടുത്ത ഒരു കൊത്തുപണി.
മരുഭൂമി നിങ്ങളുടെ ആത്മാവിനെ മോഷ്ടിക്കാതിരിക്കാൻ സന്യാസി പറയുന്നു. ആ രാത്രി മാർക്കോ അത് മുറുകെ പിടിക്കുന്നു. അവൻ അധികം ഉറങ്ങുന്നില്ല. ഒട്ടകങ്ങൾ പോലും പരിഭ്രാന്തരായി കാണപ്പെടുന്നു. എന്നാൽ ചക്രവാളത്തിനപ്പുറം, മണൽക്കൂനകൾക്കും മരീചികകൾക്കും അപ്പുറത്ത് എവിടെയോ കുബ്ലായ് ഖാന്റെ വേനൽക്കാല തലസ്ഥാനമായ ഷാങ്ഡു സ്ഥിതി ചെയ്യുന്നു. സങ്കൽപ്പിക്കാനാവാത്ത ആഡംബരത്തിൻ്റെയും രാഷ്ട്രീയ ശക്തിയുടെയും ഒരുപക്ഷേ ലക്ഷ്യത്തിൻ്റെയും ഒരു സ്ഥലം. മാർക്കോയെ സംബന്ധിച്ചിടത്തോളം സാഹസികത ഇനി വ്യാപാരത്തെക്കുറിച്ചല്ല, അതൊരു വ്യക്തിപരമായ പരീക്ഷണമായി മാറിയിരിക്കുന്നു. വെനീസിൽ നിന്നുള്ള ഒരാൺകുട്ടിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ ഹൃദയത്തിലേക്ക് നടന്ന് അതിൻ്റെ കഥയിൽ ഒരിടം കണ്ടെത്താൻ കഴിയുമോ? മരുഭൂമിയുടെ അരികിലേക്ക് അവർ കാലെടുത്തു വയ്ക്കുമ്പോൾ അവരുടെ മേലങ്കികൾ കൊണ്ടുപോകുന്ന കാറ്റ്, ഭാരത്തിൽ ഞരങ്ങുന്ന ഒട്ടകങ്ങൾ, എന്താണ് കാത്തിരിക്കുന്നതെന്ന് മാർക്കോക്ക് അറിയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇത്രമാത്രം അറിയാം: ലോകത്തെക്കുറിച്ച് അദ്ദേഹം വിശ്വസിച്ചതെല്ലാം കത്തിച്ചാമ്പലാകാൻ പോകുന്നു. കിഴക്കിൻ്റെ മണലിൽ വീണ്ടും അത് എഴുതപ്പെടും. തക്ലമക്കാൻ മരുഭൂമി സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നില്ല, അത് അവരെ വിഴുങ്ങുന്നു. ഇവിടെ മണൽ വെറും നിലത്തു നിന്നുള്ള പാറയല്ല, അത് ജീവനുള്ള ഒന്നാണ്. വളരെയധികം സമയവും കരുണയുമില്ലാതെ മണൽക്കൂനകളിലൂടെ മന്ത്രിക്കുന്നു. തക്ലമക്കാൻ എന്ന പേരിൻ്റെ അർത്ഥം നിങ്ങൾ പ്രവേശിച്ചാൽ പിന്നെ തിരികെ വരില്ല എന്നാണ്. ഭയാനകമായൊരു ചെറിയ യാത്രാ മുദ്രാവാക്യം. മാർക്കോ പോളോയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ നിക്കോലോയും അമ്മാവൻ മാഫിയോയും മരുഭൂമി കടക്കാൻ തുടങ്ങുമ്പോൾ ഒട്ടകപ്പുതപ്പുകളേക്കാൾ ഭയാനകമായി പൊതിഞ്ഞാണ് ക്രോസിംഗ് ആരംഭിക്കുന്നത്. അവരുടെ കാഫില ചെറുതാണ്. ഡൂൻഹുവാങ്ങിൽ നിന്ന് അടുത്ത ജലസ്രോതസ്സിലേക്കെത്താൻ മതിയാകുന്നത്ര ഒട്ടകങ്ങൾ, വെള്ളം, ഉപ്പിൽ കഴിപ്പിച്ചിറച്ചി മാത്രം. അവ വഴിതെറ്റിപ്പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകിൽ കുഴിച്ചിടുക, അല്ലെങ്കിൽ ചെന്നായ്ക്കൾ തിന്നുക, അല്ലെങ്കിൽ ആത്മാക്കൾ. അവ മണലിലേക്ക് കൂടുതൽ ആഴത്തിൽ നീങ്ങുമ്പോൾ നാഗരികതയുടെ എല്ലാ അടയാളങ്ങളും അപ്രത്യക്ഷമാകുന്നു. ചക്രവാലം സ്വയം ഉരുകുന്നു. ചൂട് മൂടൽമഞ്ഞിൽ ലാൻഡ്മാർക്കുകൾ മാറുന്നു. രാത്രിയിൽ നക്ഷത്രങ്ങൾ പോലും കൂടുതൽ അകലെയാണെന്ന് തോന്നുന്നു. ഒരു മരീചിക ഒരു തടാകം പോലെ കാണുമെന്ന് മാർക്കോ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. മേഘങ്ങളുടെ പ്രതിഫലനം വരെ, ഒട്ടകം അതിലേക്ക് കടന്നുവന്ന് പൊടി തട്ടുന്നതുവരെ. തക്ലമക്കാനിലൂടെ പോളോകൾ സഞ്ചരിച്ച കൃത്യമായ വഴിയെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. ചിലർ പറയുന്നു അവർ ഖോട്ടാൻ മരുഭക്ഷയ്ക്ക് സമീപത്തെ തെക്കേ അറ്റത്തെ പറ്റിച്ചീർന്നിരുന്നുവെന്ന്. മറ്റു ചിലർ വാദിക്കുന്നു അവർ ടർപ്പനിലേക്ക് വടക്കോട്ട് തിരിഞ്ഞുവെന്ന്. പക്ഷേ ഒരു കാര്യം മാത്രമാണ് ഉറപ്പ്: ഇതൊരു കഠിന പരീക്ഷമായിരുന്നു. പലരും മരിച്ചു. മുഴുവൻ യാത്രാസംഘങ്ങളും ഒരു കുളമ്പടിയുമില്ലാതെ അപ്രത്യക്ഷമായി. മാർക്കോ അവരിലൊന്നായി മാറാൻ പോകുന്നു. 6-ാം ദിവസം ഒരു പൊടിക്കാറ്റുരുണ്ടി വരുന്നു. മരണമുള്ള കോലാഹലമായ കാറ്റ്. അവർ കുതിരകളുടെ പിറകിലൊളിച്ച് മുഖം മൂടി കാത്തിരുന്നു. മണിക്കൂറുകളോളം കാറ്റടിച്ചപ്പോൾ മണൽ കാതിലും കണ്ണിലും വായിലും എല്ലായിടത്തും കയറി. മാർക്കോ ചിന്തിച്ചു, ഇത് മരിക്കുന്നത് തന്നെയാണോ? വെള്ളം കയറിയല്ല, മണലാണ്. പക്ഷെ എന്തോ ഇത് മുങ്ങുന്ന പോലെ. അങ്ങനെ അവരതിൽ നിന്നും രക്ഷപ്പെട്ടു. ഒരാൾക്ക് കണ്ണ് നഷ്ടമായി. 3 ഒട്ടകങ്ങൾ പൊടിക്കാട്ടിൽ പോയി. പിന്നെ മുതിരിച്ച വെള്ളം കൂടുതൽ സൂക്ഷിച്ചു. ഇറച്ചി ഉപ്പിൽ നന്നായി ഉണക്കിയിറച്ചു. ഓരോ തുള്ളി വെള്ളത്തിനും പ്രാർത്ഥിച്ചു. എല്ലാം സഹിച്ചിട്ടും മാർക്കോ അതിശയത്തോടെ കാണുന്നു. രാത്രിയിൽ മരുഭൂമി ജീവിപ്പിക്കുന്നു. ചെറുവിറയിലൂടെ തുമ്പികൾ മണൽക്കുള്ളുകളിൽ ഓടുന്നു. അവരുടെ മുതുക് ചന്ദ്രപ്രകാശത്തിൽ ചെറുതായി തിളങ്ങുന്നു. വളരെ അന്യമായ പക്ഷികൾ എവിടുമില്ലാതെ ശബ്ദിക്കുന്നു. ഒരു ഇടവേളയിൽ അവർ താഴ്ചയുള്ള ഗംഭീരമായ ഓം പോലെയുള്ള ശബ്ദം കേൾക്കുന്നു. പക്ഷേ ചുറ്റും ശൂന്യത മാത്രം. ഗൈഡ് പറയുന്നു, അത് മരിച്ചവരുടെ ശബ്ദമാണ്. മണലിനടിയിൽ മരിച്ചുപോയവരുടെ നഗരങ്ങളിൽ നിന്നും വരുന്ന പ്രതിധ്വനി. മാർക്കോ ഇതിനെ പ്രതിപാദിക്കില്ല. അദ്ദേഹം തൻ്റെ രക്ഷാകരമായ കല്ല് തൻ്റെ കയ്യിൽ ഉറച്ചുപിടിച്ച് വസ്ത്രത്തിനടിയിൽ സൂക്ഷിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട വസ്തുതയെന്തെന്നാൽ
തക്ലാമാക്കിന് കീഴിൽ നഷ്ടപ്പെട്ടു പോയ സിൽക്ക് റോഡ് നഗരങ്ങളുണ്ട്. നിയ, ലൗലാൻ പോലെയുള്ള യഥാർത്ഥ നഗരങ്ങൾ ജലസ്രോതസ്സുകൾ വറ്റിയതിനു ശേഷം മണൽ വാരി വിഴുങ്ങി. പുരാവസ്തു വിദഗ്ധർ അവിടെ നിന്നും സംരക്ഷിക്കപ്പെട്ട വീടുകളും കൈവച്ച ഗ്രന്ഥങ്ങളും ഇവൻ ഉണങ്ങിയ മമ്മൂസും കണ്ടെത്തും. എന്നാൽ മാർക്കോയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പൊള്ളലേറ്റ കാലുകൾക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്നു. അവർ കൊട്ടാൻ മരുപ്പച്ചിയിലൂടെ കടന്നുപോകുന്നു. മരങ്ങൾ വീണ്ടും കാണുമ്പോൾ മാർക്കോക്ക് കരയാൻ വരുന്നത്രയും മനോഹരമായൊരു പച്ചപ്പ്. ജേഡ് എന്ന വിലപ്പെട്ട കല്ല് ഇവിടുത്തെ പ്രശസ്തമാണ്. കൂടാതെ പ്രാദേശിക കരകൗശല വിദഗ്ധർ സങ്കീർണമായ മൃഗങ്ങൾ, രക്ഷകൾ, വിലയേറിയ കല്ലിൽ നിന്ന് ചെറിയ ബാത്ത് ടബുകൾ പോലും കൊത്തിയെടുത്തത് അദ്ദേഹം കാണുന്നു. കുട്ടികൾ അവ കാണിച്ചു വെള്ളത്തിൽ എറിഞ്ഞു കളയുന്നു. വെനീസിലായിരുന്നെങ്കിൽ അതെല്ലാം താമരപ്പെട്ടികളിലായിരുന്നേനെ. പക്ഷേ ആശ്വാസം ഹ്രസ്വകാലമാണ്. യാത്ര അവസാനിച്ചിട്ടില്ല. തക്ലാമാക്കിനെ സുഖകരമായി തോന്നുന്ന ഉപ്പുപരന്ന തരിശുഭൂമിയായ ലോപ്പ് മരുഭൂമി അവർ നിർബന്ധമായും കടക്കണം. ഉപ്പുവാതിലുകൾ, തടിപൊട്ടിയ കാടുകൾ, കുതിരകൾ പോലും നടക്കാൻ വിസമ്മതിക്കുന്ന സ്ഥലം. വായുവും മരിച്ചതൊരു ശുദ്ധന്റെ ആത്മാവ് പോലെയാണ്. ഒരു വിചിത്രമായ ടിഡ്ബിറ്റ് മാർക്കോ രേഖപ്പെടുത്തുന്നു. യാത്രികൾ മണികൾ കെട്ടിയ ഗോസ് അസ്ഥികളെ പ്രാകൃത GPS സംവിധാനങ്ങളായി ഉപയോഗിക്കുന്നു. മണികൾ മുഴങ്ങുന്നിടത്തോളം നിങ്ങൾ ഒരു നേർരേഖയിലാണ് നടക്കുന്നത്. അവ നിശബ്ദമായാൽ ശരി, നിങ്ങൾ മാറിയിരിക്കാം. ഒരുപക്ഷേ വിസ്മൃതിയിലേക്ക്. മാർക്കോ ഒന്ന് തൻ്റെ ബെൽറ്റിൽ കെട്ടുന്നു. മാഫിയോയുടെ വ്യാപാര ഉപദേശം കേൾക്കുന്നതിനേക്കാൾ ശ്രദ്ധയോടെയാണ് അവനത് കേൾക്കുന്നത്. കുംതാഗ് മണലിൽ വീണ്ടും വെള്ളം കുറയുന്നു. ഗൈഡുകൾക്ക് കുറച്ചു മാത്രമേ സംസാരിക്കാൻ കഴിയൂ. ഒരു വൈകുന്നേരം ഒരു പാറക്കെട്ടിൽ കൊത്തിയെടുത്ത ഒരു പാതി കുഴിച്ചിട്ട ദേവാലയം മാർക്കോ കണ്ടെത്തുന്നു. യാത്രക്കാരുടെ സംരക്ഷകനായ അൽമാസ് എന്ന മരുഭൂമിയിലെ ആത്മാവിനുള്ള ഒരു വഴിപാട് നടത്തുന്നു. അതിനുള്ളിൽ അദ്ദേഹം ഒരു നാണയവും ഒരു കടലാസ കഷ്ണവും ലാറ്റിൻ ഭാഷയിൽ എഴുതിയ ഒരു പ്രാർത്ഥനയും വയ്ക്കുന്നു. നിക്കോളോ ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് അതിലൊന്നും വലിയ വിശ്വാസമില്ല. അവരൊടുവിൽ മരുഭൂമിയുടെ അങ്ങേയറ്റത്തെത്തുമ്പോൾ, ടർപ്പൻ ഡിപ്രഷനിലേക്ക് ഉയർന്നു വരുമ്പോൾ, അതൊരു ശവക്കുഴിയിൽ നിന്ന് പുറത്തു കടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇവിടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 അടി താഴെയാണ് ഭൂമി. പക്ഷേ അത് പച്ചയാണ്. മുന്തിരിത്തോട്ടങ്ങളിൽ മുന്തിരി തൂങ്ങിക്കിടക്കുന്നു. കരേസ് എന്നറിയപ്പെടുന്ന സമൃദ്ധമായ ഭൂഗർഭ ചാനലുകൾ ഭൂമിയെ നനയ്ക്കുന്നു. മാർക്കോ ഈ ചാതുര്യത്തിൽ അത്ഭുതപ്പെടുന്നു. കഴുതകളോട് ആക്രോശിക്കാതെ ഇതെങ്ങനെ ചെയ്യണമെന്ന് യൂറോപ്പ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ബുദ്ധസന്യാസിമാർ പുലർച്ചെ മന്ത്രിക്കുകയും ഉച്ചഭക്ഷണ സമയത്ത് ലാപ്പിസ് ലാസിലിയിൽ വ്യാപാരികൾ വിലപേച്ചുകയും ചെയ്യുന്നൊരു വ്യാപാര നഗരമായ ഗാവോചാങ്ങിൽ അവർ വിശ്രമിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നുപോയ സ്വർണ്ണമുടിയുള്ള വിദേശിയെ ഓർക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു സന്യാസിയിൽ മാർക്കോ പ്രത്യേകം താൽപ്പര്യം കാണിക്കുന്നു. ഒരുപക്ഷെ മറ്റൊരു പര്യവേക്ഷകനാകാം, അല്ലെങ്കിൽ ഭയങ്കര വിഗ്ഗുള്ള ഒരാളാകാം. എന്തായാലും മാർക്കോ വിടർന്ന കണ്ണുകളോട് ശ്രദ്ധിക്കുന്നു. ആ രാത്രിയിൽ മുഖംമൂടുകൾ, ഊടക്കുഴലുകൾ, സിൽക്ക് സ്ക്രീനുകളിൽ നിഴൽ പാവകളുമായി അവതരിപ്പിക്കുന്ന ഒരു പ്രാദേശിക നാടകത്തിൽ അവർ പങ്കെടുക്കുന്നു. ഒരു രാജാവിനെ കബളിപ്പിച്ച സിംഹാസനം ഉപേക്ഷിക്കുന്ന ഒരു കുറുക്കൻ ആത്മാവിനെക്കുറിച്ചാണ് കഥ. പാഠമെന്താണ്? ചെറിയ കാര്യങ്ങളെക്കുറിച്ച് കാണരുത്. മാർക്കോ ശ്രദ്ധിക്കുന്നു. മരുഭൂമിയുടെ അരികിൽ നിന്ന് പുറത്തുപോയി സിൽക്ക് റോഡിലെ നിർണായക ധമനിയായ ഹെക്സി ഇടാഴിയിലേക്ക് പോകുമ്പോൾ മാർക്കോ മാറിയതായാണ് തോന്നുന്നത്. ശാരീരികമായി മാത്രമല്ല, ഇപ്പോൾ അവൻ മെലിഞ്ഞവനും ഇരുണ്ടവനുമാണ്. മണൽ തൻ്റെ കാൽവിരലുകൾക്കിടയിൽ സ്ഥിരമായി കുടുങ്ങിക്കിടക്കുന്നു. പക്ഷേ മാനസികമായി വെനീസിൽ നിന്ന് പോയ ആൺകുട്ടി ഇപ്പോൾ പ്രേതബാധയാൽ കൗതുകത്തോടെ ആകർഷിക്കപ്പെടുന്നു. മരണവും ഭ്രമാത്മക നഗരങ്ങളും കണ്ടു. സസ്യങ്ങൾ പോലും വേണ്ട നന്ദിയെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അതിജീവിക്കുന്ന ആളുകളെ മീറ്റുപൊന്തി. എന്നിട്ടും ഇതിനെല്ലാം അപ്പുറം അവരുടെ ലക്ഷ്യസ്ഥാനം കുബ്ലൈ ഖാന്റെ വേനൽക്കാല തലസ്ഥാനമായ ഷാങ്ഡു ആയിരുന്നു. പക്ഷേ മാർക്കോയ്ക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. ഒരുപക്ഷേ മരുഭൂമിയായിരുന്നു യഥാർത്ഥ പരീക്ഷണം. ചിലപ്പോൾ ഷാങ്ഡു അതിലൂടെ കടന്നു പോകുന്നതിനുള്ള പ്രതിഫലമായിരിക്കാം. എന്തായാലും അവൻ ഇപ്പോഴും നിൽക്കുന്നു, ഇപ്പോഴും നടക്കുന്നു, ഇപ്പോഴും അതെല്ലാം മനസ്സിലെഴുതുന്നു. തണുപ്പ്,
പാമിർ പർവ്വതനിരകളിൽ കയറുമ്പോൾ മാർക്കോ ആദ്യം ശ്രദ്ധിക്കുന്നത് അതാണ്. നിങ്ങളുടെ വസ്ത്രങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങി കുറച്ചുനേരം അതിനുള്ളിൽ നിൽക്കാൻ പദ്ധതിയിടുന്നതുപോലെ നിങ്ങളുടെ അസ്ഥികളിൽ സ്ഥിരതാമസമാക്കുന്ന മൂർച്ചയുള്ള ആത്മാവിനെ തുളച്ചു കയറുന്ന തണുപ്പ്. ലോകത്തിന്റെ മേൽക്കൂര എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന പാമിർ പർവ്വതനിര ഇന്നത്തെ തജിക്കിസ്ഥാനിലൂടെ വ്യാപിച്ചു കിടക്കുന്നു. 15,000 അടിയിലധികം ഉയരത്തിൽ ആകാശം തുടിക്കുന്നു. മാർക്കോ, നിക്കോളോ, മാഫിയോ എന്നിവർ മരുഭൂമിയിലെ വെയിലിൽ ചുട്ടുപഴുത്ത ഉപ്പുപരന്ന പ്രദേശങ്ങൾ ഉപേക്ഷിച്ച് ഐസും കല്ലും കൊണ്ട് കൊത്തിയെടുത്ത ഒരു ഭൂപ്രകൃതിയിലേക്ക് പ്രവേശിക്കുന്നു. തണുത്തുറഞ്ഞ ദൈവങ്ങളെപ്പോലെ കൂർത്ത കൊടുമുടികൾ തഴച്ചു വളരുന്നു. പർവ്വതങ്ങൾ തന്നെ കടക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് പരാതിപ്പെടുന്നതുപോലെ കാറ്റലറുന്നു. അവരുടെ യാത്രാസംഘം ചുരുങ്ങുന്നു. ഒട്ടകങ്ങൾക്ക് ഈ ഭൂപ്രകൃതിയെ നേരിടാൻ കഴിയില്ല. അതിനാൽ അവർ യാക്കുകളിലേക്ക് മാറുന്നു. ഒരു മഞ്ഞുവീഴ്ചയിലൂടെ നടന്ന് അതിൻ്റെ ഓരോ നിമിഷവും വെറുക്കുന്ന എരുമയെപ്പോലെ കാണപ്പെടുന്ന കരുത്തുറ്റ വികൃതി ജീവികളാണിവ. മാർക്കോ അവയിലൊന്നിന് അന്തോണിയോ എന്ന് പേരിട്ടു. പ്രധാനമായും അതൊരസംതൃപ്ത ഗൊണ്ടോളിയറിയെപ്പോലെ കാലിൽ ചവിട്ടിക്കൊണ്ടേയിരിക്കുന്നതിനാലാണ്. ഇവിടെ പട്ടണങ്ങളില്ല. ഗുരുത്വാകർഷണത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാളുടെ വാസ്തുവിദ്യ ആത്മവിശ്വാസത്തോടെ കല്ലുകുടിലുകളുടെ കൂട്ടങ്ങളും പാറക്കെട്ടുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്കുള്ള ആശ്രമങ്ങളും മാത്രം. നിശബ്ദതയിൽ ജീവിക്കുന്ന ഒരു ദേവനെ വർഷങ്ങളായി വരയ്ക്കുന്ന, ഉരുകിയ മഞ്ഞും ബാർലിക്കാഷ്ടവും കഴിച്ച് ജീവിക്കുന്ന സന്യാസിമാരെ മാർക്കോ കണ്ടുമുട്ടുന്നു. അദ്ദേഹം അവരുടെ ഭക്ഷണക്ഷണം മാന്യമായി നിരസിക്കുന്നു. പോളോകൾക്ക് ഈ പ്രദേശം എങ്ങനെ കടക്കാൻ കഴിഞ്ഞുവെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ആശ്ചര്യപ്പെടുന്നു. ചുരങ്ങൾ വഞ്ചനാപരമാണ്, ഭൂപടങ്ങൾ അവ്യക്തമാണ്, ആൾട്ടിറ്റ്യൂഡ് സിക്നസ്, സ്വർണ്ണയാത്രാ മെഡലുകളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. നേർത്ത വായുവുമായി പരിചയമില്ലാത്ത മാർക്കോ ചെറുതായി ഭ്രമാത്മകതയിലേക്ക് നീങ്ങുന്നു. മഞ്ഞുമൂടിയ ചെരിവുകളിലൂടെ ചെളിവെള്ളമൊഴുകുന്ന വെനീസ് കനാലുകളുടെ കാഴ്ചകൾ അയാൾ ഓർക്കുന്നു. പിന്നീടൊരിക്കൽ അയാൾ മേലങ്കി ധരിച്ച ക്ഷീണിതനായ വഴികാട്ടിയാണെന്ന് അയാൾ സംശയിക്കുന്ന ഒരു കാക്കയുമായി പൂർണ്ണ സംഭാഷണം. എന്നാൽ തണുപ്പിലും യാത്ര അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു ഉയർന്ന താഴ്വാരയിൽ അവർ സോഗ്ഡിയൻ ഗ്രാമം സന്ദർശിക്കുന്നു. അവിടെ വേനൽക്കാലത്ത് പോലും പാലും മാംസവും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഐസറകൾ മാർക്കോയെ കാണിക്കുന്നു. അവരുടെ എഞ്ചിനീയറിംഗിലും വായുപ്രവാഹവും നിറഞ്ഞ മഞ്ഞും ഉപയോഗിച്ച് പാറഗുഹകളിൽ മൈക്രോ ക്ലൈമേറ്റ് സൃഷ്ടിക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നുവെന്നതിലും അദ്ദേഹം അത്ഭുതപ്പെടുന്നു. യൂറോപ്പിൽ വൈൻ നിലവരകളുണ്ട്, തീർച്ചയായും. പക്ഷേ ഇത് ലോകത്തിൻ്റെ മുകളിലുള്ള ഒരു പൂർണ്ണമായ ഫ്രിഡ്ജാണ്. ഹിമാനികൾ നിറഞ്ഞ തടാകങ്ങൾ വളരെ നിശ്ചലമായും വ്യക്തമായും കടന്നുപോകുന്നു. പർവ്വതങ്ങൾ അവയിൽ അതിശയകരമായ പൂർണ്ണതയോടെ പ്രതിഫലിക്കുന്നു. ഒരു രാത്രി അവർ ഒരു തടാകത്തിനരികിൽ തമ്പടിക്കുമ്പോൾ താഴ്വരകളിലൂടെ ഇടിമുഴക്കം പോലെ ഉരുളുന്ന ദൂരെയുള്ള ഹിമപാതത്തിന്റെ മുഴക്കം മാർക്കോ കേൾക്കുന്നു. ഒരാൾ അടുത്തുവരുന്നു. നിശ്ചലനായിരിക്കാൻ നിക്കോളോ അവനോട് പറയുന്നു, നിങ്ങൾക്ക് മഞ്ഞിനെ മറികടക്കാൻ കഴിയില്ല, അത് കാണുന്നതിനേക്കാൾ അപകടകാരിയാണ് അയാൾ പറയുന്നു. ഒരിക്കൽ ഒരു വിശ്രമ കേന്ദ്രത്തിൽ യാക്ക് കാഷ്ടം ഉപയോഗിച്ച് മാർക്കോയുടെ ഭാഗ്യം വായിക്കാൻ ഒരു പ്രാദേശിക ശാമൻ നിർബന്ധിക്കുന്നു. ആശയക്കുഴപ്പത്തിലായെങ്കിലും മര്യാദയുള്ള മാർക്കോ ആചാരത്തിലിരിക്കുന്നു. ഒരു ചക്രവർത്തിയോട് സംസാരിക്കുമെന്നും സമുദ്രങ്ങളിലൂടെ സഞ്ചരിക്കുമെന്നും ഒരിക്കലും എവിടെയും അകപ്പെടില്ലെന്നും വായനയിൽ പറയുന്നു. ആ രാത്രി മാർക്കോ നന്നായി ഉറങ്ങുന്നില്ല. അവർ മുകളിലേക്ക് കയറുമ്പോൾ തണുപ്പ് എല്ലാവരെയും ബാധിക്കാൻ തുടങ്ങുന്നു. ചുണ്ടുകൾ പിളരുന്നു, മൂക്കിൽ നിന്ന് രക്തം വരുന്നു. ഒരു ഘട്ടത്തിൽ മാഫിയോയെ വളരെയധികം മഞ്ഞുമൂടി ചെവിയിൽ കമ്പിളി സ്ട്രിപ്പുകൾ കെട്ടേണ്ടി വന്നു. വളരെ സങ്കടകരമായ ഒരു അവധിക്കാല കാടിലെ ഒരു കഥാപാത്രത്തെ പോലെ തോന്നുന്നു. ക്രൂരമായ സാഹചര്യങ്ങൾക്കിടയിലും ഇവിടെ സൗന്ദര്യമുണ്ട്. പുലർച്ചെ പാറക്കെട്ടുകളിൽ രൂപം കൊള്ളുന്ന ഐസ് പൂക്കൾ, അകത്തുനിന്ന് സൂര്യപ്രകാശം വന്ന് പ്രകാശിക്കുന്ന ഹിമഗുഹകൾ, പ്രേതങ്ങളെപ്പോലെ പ്രത്യക്ഷപ്പെടുകയും നിശബ്ദമായി അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഹിമപ്പുലികൾ. സന്ധ്യാസമയത്ത് മാർക്കോ എന്തോ ഒരു രൂപം കാണുകയും പിന്നീട് 1 മണിക്കൂർ സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഞാൻ ഒരു ആത്മാവിനെ കണ്ടുമുട്ടിയതായി കരുതുന്നു എന്ന് അദ്ദേഹം അവസാനം പറയുന്നു. ആരും വാദിക്കുന്നില്ല. അവർ കാഷ്ഗർ മേഖലയിലേക്ക് ഇറങ്ങുന്നു. അവിടെ തണുപ്പ് ശമിക്കാൻ തുടങ്ങുകയും മനുഷ്യജീവിതം വീണ്ടും ഉയരുന്നു വരികയും ചെയ്യുന്നു. ഇവിടെ
തുർക്കിക് വേരുകളുള്ള ഒരു മാർക്കറ്റ് പട്ടണത്തിൽ യൂറോപ്പിൽ താൻ കാണുന്നതിനെയും കബളിപ്പിക്കുന്ന മടക്കി ഉരുള് സാങ്കേതികതകളുള്ള ബ്ലേഡുകൾ ചുറ്റുകയറുന്ന കമ്മാനന്മാരെ മാർക്കോ വീരീക്ഷിക്കുന്നു. കൈകൊണ്ടു കൊത്തിയ അസ്ഥിവിസിൽ ഉപയോഗിച്ച് അദ്ദേഹം ഒരു വെനീഷ്യൻ വെള്ളി നാണയവും വാങ്ങുന്നു. ഒരു മുഖ്യധാര വസ്തുതയെന്തെന്നാൽ പാമിർ മേഖല സിൽക്ക് റോഡിലെ ഒരു നിർണായക പോയിന്റായിരുന്നു. ചൈനയെ മധ്യേഷ്യയുമായും അതിനപ്പുറവും ബന്ധിപ്പിക്കുന്നു. വിദൂരതയുണ്ടായിരുന്നിട്ടും സാധനങ്ങൾ, ആശയങ്ങൾ, മതങ്ങൾ പോലും കാറ്റിലെ മന്ത്രിപ്പുകൾ പോലെ ഇവിടെ കടന്നുപോയി. ഒരു ഗ്രാമത്തിലെ സ്റ്റോപ്പിൽ അവിടുത്തെ ആളുകൾ അവർക്കൊരു പ്രത്യേക വിഭവം വാഗ്ദാനം ചെയ്യുന്നു. പുളിപ്പിച്ച യാക്ക് വെണ്ണ ചായ. മാർക്കോ അത് പരീക്ഷിച്ചു നോക്കുന്നു. പിന്നെ ഉടനെ അത് പരീക്ഷിച്ചു നോക്കിയതിൽ ഖേദിക്കുന്നു. ആരോ ഖേദം തിളപ്പിച്ച് ഉപ്പിട്ടതുപോലെയാണിത് എന്നയാൾ മന്ത്രിക്കുന്നു. പക്ഷേ നാട്ടുകാർ ഊഷ്മളരാണ്. വാമൊഴി പാരമ്പര്യത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഗാനങ്ങൾ അവർ പങ്കിടുന്നു. യോഗ്യരായ യാത്രക്കാരെ മാത്രം കടന്നുപോകാൻ അനുവദിക്കുന്ന പർവ്വതനിരകളുടെ സംരക്ഷകരായ സ്ക്വയ് വോൾസിനെക്കുറിച്ച് ഒരു വൃദ്ധ സ്ത്രീ പാടുന്നു. മാഫിയോ പുരികമുയർത്തുന്നു. നമുക്ക് പരീക്ഷണത്തിൽ വിജയിക്കാമെന്ന് പ്രതീക്ഷിക്കാം, അയാൾ പറഞ്ഞു. ടിബറ്റിൽ നിന്നുള്ള വ്യാപാരികളെ അവർ കണ്ടുമുട്ടുന്നു. അവർ ടർക്കോയിസും ഔഷധസസ്യങ്ങളും കൊണ്ടുവരുന്നു. പതിറ്റാണ്ടുകളായി സന്യാസിമാർ ധ്യാനിക്കുന്ന രോഗശാന്തി പാറക്കെട്ടുകളെക്കുറിച്ചും പൂർണ്ണമായ ഇച്ഛാശക്തിയാൽ സ്വന്തം ശരീരം ചൂടാക്കാൻ കഴിയുന്ന സന്യാസിമാരെക്കുറിച്ചും മാർക്കോ കഥകൾ കേൾക്കുന്നു. അത്ഭുതപ്പെടണോ അതോ തണുപ്പും അസൂയയും തോന്നണോ എന്ന് അയാൾക്കറിയില്ല. കൊടുമുടികളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ പാത കൂടുതൽ സൗമ്യമായൊരു താഴ്വരയിലേക്ക് നയിക്കുന്നു. കോണിഫറുകൾ കൊണ്ട് കട്ടിയുള്ളതും പഴയതും മറന്നുപോയതുമായ രാജ്യങ്ങളിലെ കൽഗോപുരങ്ങൾ കൊണ്ട് നിറഞ്ഞതുമാണ്. മാർക്കോ അവരുടെ വിചിത്രമായ വാസ്തുവിദ്യ ശ്രദ്ധിക്കുന്നു. ഭാഗികമായി ടിബറ്റൻ, ഭാഗികമായി പേർഷ്യൻ. ഈ സ്ഥലം ഒരുമിച്ചു തുന്നിച്ചേർത്തതായി തോന്നുന്നു എന്ന് അദ്ദേഹം തൻ്റെ മാനസിക ഡയറിയിൽ എഴുതുന്നു. ഇപ്പോൾ ഈ മരവിച്ച ലോകത്ത് ആഴ്ചകൾ കടന്നുപോയി. മാർക്കോ തൻ്റെ വിരലുകൾ നോക്കുന്നു. ഏതാണ്ട് മരവിച്ചിരിക്കുന്നു. ഒരു ഹിമപാതത്തിനിടയിൽ ഒരു മനുഷ്യൻ ചൂടുള്ള പാറയിൽ ഫ്ലാറ്റ് ബ്രെഡ് പാകം ചെയ്യുന്നത് കണ്ടു. യാക്കുമായി താൽക്കാലിക സമാധാനം സ്ഥാപിച്ചു. ശരിയായ സമയത്ത് തലകുനിക്കാൻ പഠിക്കുക, സാധാരണയായി വ്യത്യസ്ത ഭക്ഷണം ആസ്വദിക്കുക, സംഭാഷണത്തിലെ വിടവുകൾ നികത്താൻ നിശബ്ദതയെ അനുവദിക്കുക, ഇങ്ങനെ വളരെ വ്യത്യസ്തമായ സംസ്കാരങ്ങളിലും അദ്ദേഹം കൂടുതൽ സൗകര്യപ്രദമായി മുന്നോട്ടു പോകുന്നു. പശ്ചിമ ചൈനയിലെ സമതലങ്ങളിലേക്ക് ഇറങ്ങുന്നതിനു മുമ്പുള്ള അവസാനത്തെ വരമ്പിൽ മാർക്കോ നിർത്തുന്നു. ഇവിടെ നിന്ന് ഭൂമി വിശാലവും പച്ചപ്പുള്ളതുമായി വ്യാപിച്ചു കിടക്കുന്നു. ഈ കുന്നുകൾക്കപ്പുറത്താണ് ലോകത്തിൻ്റെ 4/1 ഭാഗത്തിൻ്റെ ഭരണാധികാരിയായ കുബ്ലയ് ഖാൻ്റെ രാജ്യം. ബൂട്ടിൽ പൊടിയും തലയിൽ നക്ഷത്രങ്ങളുമായി വെനീഷ്യൻ കൗമാരക്കാരനായ മാർക്കോ പോളോ നേരിട്ട് ചരിത്രത്തിലേക്ക് കടക്കാൻ പോകുന്നു. പോളോ യാത്രക്കാരുടെ സംഘം പാമീർ മലകളുടെ കിടിലൻ തണുപ്പിൽ നിന്നിറങ്ങി ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ മൃദുവായ നിരമ്പര ഇടങ്ങളിലേക്ക് കയറുമ്പോൾ ലോകം തന്നെ മാറിയെന്നു തോന്നുന്നു. ഭൂപ്രദേശം കൂടുതൽ പച്ചപ്പ് നിറഞ്ഞതാണ്. നദികൾ വിശാലമാണ്. നഗരങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നു. പൊടി നിറഞ്ഞ ഔട്ട് പോസ്റ്റുകളോ തണുത്തുറഞ്ഞ ഗ്രാമങ്ങളോ അല്ല യഥാർത്ഥ നഗരങ്ങൾ. പ്രാർത്ഥനയുടെ വിരലുകൾ പോലെ പഗോഡകൾ ആകാശത്തേക്ക് നീണ്ടു നിൽക്കുന്നു. മാർക്കറ്റുകൾ സിൽക്ക്, സ്പൈസസ്, ലാക്വർവെയർ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. മാർക്കോ നൂഡിൽസ് ശബ്ദമുണ്ടാക്കി ചവച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതവൻ്റെ അമ്മ അവനെ നിരാശനാക്കുന്നു. ഇതിനി മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ പുറമതിർത്തിയല്ല. ഇവരാണ് കുബ്ലായ് ഖാൻ്റെ ആധിപത്യ മേഖലയിലേക്ക് കടക്കുന്നത്. അതറിയാത്തവൻ ആരുമില്ല. ചെക്ക് പോസ്റ്റുകളിലെ കാവൽക്കാർ യുവാൻ രാജവംശത്തിൻ്റെ മുദ്ര പതിപ്പിച്ച നേർത്ത ലാമല്ലാർ കവചം ധരിക്കുന്നു. റോഡുകൾക്കരികിൽ ബനിയൻ മരങ്ങൾ, പേപ്പർ മണി. പോളോസിന് പൂർണ്ണമായ പുതുമയാണ്. വെള്ളി നാണയങ്ങൾ പോലെ സുഗമമായി കൈകൾ കൈമാറ്റം ചെയ്യുന്നു. മാർക്കോ ആദ്യമായി കാണുമ്പോൾ സംശയത്തോടെ നോക്കുന്നു. ഇത് വെറും കടലാസാണോ? എന്നാലും അത് പ്രവർത്തിക്കുന്നു. അതിനേക്കാൾ പ്രധാനമായി അതിനു പിന്നാലെ ഗുഗ്രേഡ് ഖാനുണ്ട്. യൂറോപ്പിൽ ഇതുപോലൊരാശയം വരാൻ നൂറ്റാണ്ടുകൾ വേണം. ചരിത്രകാരന്മാർ അംഗീകരിക്കുന്നത് മാർക്കോ തലസ്ഥാനത്തേക്ക് അടുത്തെത്തുമ്പോഴേക്കും കുബ്ലായ് ഖാന്റെ കീഴിലുള്ള മംഗോൾ സാമ്രാജ്യം ഭൂമിയിൽ ഏറ്റവും കാര്യക്ഷമമായ ഭരണം കാഴ്ചവച്ചിരുന്നതാണ്. നികുതി, ആശയവിനിമയം, ഗതാഗതം തുടങ്ങിയ കാര്യങ്ങളിൽ പടിഞ്ഞാറൻ ലോകത്തേക്കാൾ മുന്നിലാണ്. പിന്നെ അവസാനം
അവർ ഷാങ്ദുവിലെത്തുന്നു. അത് പടിഞ്ഞാറൻ സനാഡു എന്നറിയപ്പെടുന്നു. പോളോസ് പുരുഷന്മാർ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമല്ലാതെ തണുത്ത സൈനിക കോട്ടയ്ക്ക് പകരം പൂക്കുന്ന പുൽമേടുകൾക്കും ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്ത നദികൾക്കുമിടയിൽ പകുതി മാർബിളും പകുതി സ്വർണം പൂശിയ മരവും കൊണ്ട് നിർമ്മിച്ച ഒരു സമൃദ്ധമായ വേനൽക്കാല കൊട്ടാരം അവർ കണ്ടെത്തുന്നു. മാൻകൾ പൂന്തോട്ടങ്ങളിൽ അലഞ്ഞു നടക്കുന്നു. മരങ്ങളിൽ നിന്നും മയിലുകൾ ശബ്ദം വയ്ക്കുന്നു. അവിടെ സൂര്യപ്രകാശത്തിൽ നിന്ന് തുന്നിച്ചേർത്തതായി തോന്നുന്നത്ര തിളക്കമുള്ള വസ്ത്രങ്ങൾ ധരിച്ച കൊട്ടാരക്കാരുണ്ട്. മാർക്കോ പൂർണ്ണമായും മയങ്ങിയിരിക്കുന്നു. ധൂപവർഗത്തിൻ്റെയും പ്ലം പൂക്കളുടെയും വറുത്ത താറാവിൻ്റെയും ഗന്ധം ആ സ്ഥലത്തിനുണ്ട്. സിൽക്ക് ബ്രഷ് ചെയ്യുന്നതും മുള കാറ്റിൽ മുഴങ്ങുന്നതും പോലെ തോന്നുന്നു. മികച്ച ലാൻഡ്സ്കേപ്പിംഗ് ഉള്ളപ്പോൾ മാത്രം കുബ്ലായ് ഖാന്റെ കൊട്ടാരത്തിൽ ഒരു വലിയ കൃത്രിമ തടാകവും ഹൈഡ്രോളിക്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലധാരകളുടെ ഒരു സംവിധാനവും ഉണ്ടായിരുന്നു. പേർഷ്യയിൽ നിന്നുള്ള സിംഹങ്ങൾ, ഇന്ത്യയിൽ നിന്നുള്ള ആനകൾ, മാർക്കോ പറയുന്നതനുസരിച്ച് ഒരു ചെറിയ കൂടാരം വഹിക്കാൻ കഴിയുന്ന ഗിഞ്ചി എന്ന ഭീമാകാരമായ ആമ എന്നിവയെ അദ്ദേഹം വിശാലമായ കൂടാരങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. അതിൻ്റെ ചിത്രങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. കുബ്ലായ് ഖാനുമായുള്ള കൂടിക്കാഴ്ച ഉടനടി ഒന്നും സംഭവിക്കുന്നില്ല. ഒന്നാമതായി, പോളോകൾ ഒരുപാട് പ്രോട്ടോക്കോളുകൾ കടന്നുപോകണം. അതിൽ വെനീസിൻ്റെ ചരിത്രം വിശദീകരിക്കാനും പോപ്പിൻ്റെ അധികാരം വിവരിക്കാനും മണം കൊണ്ട് മാത്രം ഒരുതരം വീഞ്ഞിനെ തിരിച്ചറിയാനും ആവശ്യപ്പെടുന്ന ഒരു വിചിത്രമായ സാമ്രാജ്യത്വ വിലയിരുത്തലുണ്ട്. എന്നാൽ മഫിയോ അതിനെ അതിശബ്ദേയമായി മറികടക്കുന്നു. ആഴ്ചകളോളം നീണ്ട കാത്തിരിപ്പിന് ശേഷം മാർക്കോയെ അകത്തെ കോടതിയിലേക്ക് വിളിപ്പിക്കുന്നു. അയാൾ ഒരു യുദ്ധപ്രഭുവിനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ക്രൂരൻ, ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയും ആഭരണങ്ങൾക്കായി തലകൾ ധരിക്കുകയും ചെയ്യുന്ന ഒരാൾ. പകരം കുബ്ലായ് ഖാൻ 50കളുടെ മധ്യത്തിൽ പ്രായമുള്ള, രാജകീയവും എന്നാൽ സമീപിക്കാവുന്നതുമായ, സമ്പന്നമായ എന്നാൽ നിസ്സാരമായ വസ്ത്രങ്ങൾ ധരിച്ച ഒരു മനുഷ്യനാണ്. അയാൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു. അയാളുടെ കണ്ണുകൾ മൂർച്ചയുള്ളതാണ്. കണക്കുകൾ നടത്തുന്നു, രസിക്കുന്നു. മാർക്കോയെ ആദ്യമായി കാണുമ്പോൾ അയാൾ ചിരിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇയാൾ ഒരു വ്യാപാരിയാകാൻ വളരെയധികം സുന്ദരനാണ് എന്ന് ചക്രവർത്തി പറയുന്നതായി കഥ പറയുന്നു. അത് സത്യമാണോ, അത് മാർക്കോയുടെ എളിമയുള്ള വീമ്പിളക്കമാണോ എന്നിപ്പോഴും ചർച്ചാ വിഷയമാണ്. കൊട്ടാരത്തിൽ മാർക്കോയ്ക്ക് എത്രത്തോളം സ്വാധീനമുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ചിലർ അദ്ദേഹം ഒരു മഹത്വവൽക്കരിക്കപ്പെട്ട വ്യാഖ്യാതാവ് മാത്രമായിരുന്നു എന്ന് പറയുന്നു. മറ്റുള്ളവർ വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു ദൂതനും വിശ്വസ്തനുമായി മാറിയെന്നാണ്. കുബ്ലായ് ഖാൻ ഈ കൗതുകകരമായ വിനീഷ്യനിൽ വ്യക്തിപരമായ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ്. കൂടാതെ മാർക്കോ എപ്പോഴും ഒരു കഥാകാരൻ, ചക്രവർത്തിയെ എങ്ങനെ രസിപ്പിക്കണമെന്ന് അറിയാമായിരുന്നു. ഖാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു. വെനീസ് എങ്ങനെയുള്ളതാണ്? യൂറോപ്യൻ രാജാക്കന്മാർ ശക്തരാണോ? അവർ മംഗോളിയരെ ഭയപ്പെടുന്നുണ്ടോ? മാർക്കോ സത്യസന്ധമായി ഉത്തരം നൽകുന്നു. എന്തെങ്കിലും അറിയാത്തപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുന്നു. ഖാൻ ഇത് വിലമതിക്കുന്നു. കാലക്രമേണ മാർക്കോയെ തിരികെ ക്ഷണിക്കുന്നു. പിന്നീട് ചെറിയ ദൗത്യങ്ങൾക്കായി അയക്കുന്നു. പിന്നീട് വലിയ വയ്ക്കും. മരുഭൂമികളും പർവ്വതങ്ങളും കടന്ന ആൺകുട്ടി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യന്റെ ആന്തരിക വൃത്തത്തിലാണ്. കുബ്ലായ് ഖാന്റെ കൊട്ടാരം ഒരു ഉരുകുന്ന പാത്രമാണ്. പേർഷ്യയിൽ നിന്നുള്ള ഉപദേഷ്ടാക്കൾ, ഇന്ത്യയിൽ നിന്നുള്ള ജ്യോതിഷികൾ, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വാസ്തുശില്പികൾ, ടിബറ്റിൽ നിന്നുള്ള ബുദ്ധ സന്യാസിമാർ എന്നിവരെല്ലാം ഇടം പങ്കിടുന്നു. അവർ ചിലപ്പോൾ 5 ഭാഷകളിലൊക്കെ വാദിക്കുന്നു. മാർക്കോ എല്ലാം നിരീക്ഷിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. വംശപരമ്പരയല്ല, വിശ്വസ്തതയും കാര്യക്ഷമതയുമാണ് ഇവിടുത്തെ യഥാർത്ഥ കറൻസികളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അതിനോട് വേഗത്തിൽ പൊരുത്തപ്പെടുന്നു. അദ്ദേഹത്തിനൊരു മംഗോളിയൻ പേര് നൽകിയിട്ടുണ്ട്. അത് ചരിത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ദൂതനായി, ഒരു തരം റോയൽ സ്കൗട്ട് മീറ്റ്സ് കൾച്ചറൽ അംബാസഡറായി നിയമിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ദൗത്യമാണ് തെക്കുള്ള ഒരു പ്രവിശ്യയിലേക്ക് ഒരു മംഗോളിയൻ ജനറലിനെ അനുഗമിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. റോഡുകൾ പരിശോധിക്കുക. ആളുകൾ സ്മൈൽ ചെയ്തോ അതോ കുമ്പിട്ടോ എന്നെന്നോട് പറയൂ, ഖാൻ പറയുന്നു. മാർക്കോ ഇത് ഗൗരവത്തോടെ എടുക്കുന്നു. ഇതൊരു പരീക്ഷണമാണെന്ന് അവനറിയാം. പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അസാധാരണമായ ഒന്ന് നൽകുന്നു: അധികാരത്തിൻ്റെ ഒരു ടാബ്ലറ്റ്. സാമ്രാജ്യപ ലിപികൾ കൊത്തിവെച്ച ഒരു സ്വർണ്ണഫലകം. അത് അദ്ദേഹത്തിന് ഭക്ഷണം, താമസം, സാമ്രാജ്യത്തിലെ എല്ലാ വഴിത്താരകളിലും പുതിയ കുതിരകളും
ഉറപ്പു നൽകുന്നു. അതൊരു ഫ്രീ പാസാണ്. അപരിചിതർ സാധാരണമായി കൊള്ളയടിക്കപ്പെടുന്ന ദേശങ്ങളിലൂടെ നല്ല സ്മൂത്തായി യാത്ര ചെയ്യാൻ. അങ്ങനെ മാർക്കോയുടെ രണ്ടാമത്തെ യാത്ര ആരംഭിക്കുന്നു. ഇത്തവണ ഒരു അലഞ്ഞുതിരിയുന്ന വിദേശിയായിട്ടല്ല, മറിച്ച് മംഗോളിയൻ ചക്രവർത്തിയുടെ വിശ്വസ്ത ഏജന്റായിട്ടാണ്. എന്നാൽ ആദ്യമായി ഷാങ്ദുവിനെ വിട്ടുപോകാൻ തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹം വീണ്ടും കൊട്ടാരവളപ്പിലൂടെ നടക്കുന്നു. നദിയിൽ ചന്ദ്രപ്രകാശം പ്രതിഫലിക്കുന്നത് അദ്ദേഹം വീക്ഷിക്കുന്നു. ദൂരെയുള്ള ഒരു പവലിയനിൽ നിന്ന് ഓടക്കുഴൽ ശബ്ദം കേൾക്കുന്നു. എന്തോ ഒന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. വെനീസിൽ നിന്ന് ഇത്രയും ദൂരെ പോയിട്ടില്ലാത്തത്ര ഇത്ര ദൂരെയാണ് അദ്ദേഹം. ദൂരത്തിൽ മാത്രമല്ല, സ്വത്വത്തിലും. വെനീഷ്യനോ, മംഗോളിയനോ, പര്യവേക്ഷകനോ, നയതന്ത്രജ്ഞനോ? ഇപ്പോൾ അയാൾ വെറും മാർക്കോ മാത്രമാണ്. അത് മതിയാകും. നാടകീയമായ ഒരു കാഹളം മുഴക്കലിലൂടെയല്ല, മറിച്ച് സാമ്രാജ്യത്ത് കടലാസുകളുടെയും കുതിരക്കുളമ്പുകളുടെയും സൂക്ഷ്മമായ മാറ്റങ്ങളിലൂടെയാണ് മാർക്കോയുടെ പുതിയ ജീവിതം വികസിക്കുന്നത്. ഒരു രാജകീയ ദൂതൻ എന്ന നിലയിൽ മാർക്കോ ഇപ്പോൾ കുബ്ലായ് ഖാന്റെ വിശാലമായ യന്ത്രത്തിലെ ഒരു പല്ലാണ്. മംഗോളിയയുടെ സ്റ്റെപ്പുകളിൽ നിന്ന് വിയറ്റ്നാമിലെ നെൽപ്പാടങ്ങൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യം. അദ്ദേഹത്തിൻ്റെ ജോലി യാത്ര ചെയ്യുക, നിരീക്ഷിക്കുക, റിപ്പോർട്ട് ചെയ്യുക. എല്ലാറ്റിനുമുപരി അത് കുഴപ്പത്തിലാക്കരുത്. ഒരു ചെറിയ അകമ്പടിയും പുതിയ പൈസയും സാമ്രാജ്യത്വ പദവിയുടെ ആ സുവർണ പാസ്പോർട്ടുമായി അദ്ദേഹം ഷാങ്ഡുവിൽ നിന്ന് പുറപ്പെടുന്നു. ആമസോൺ പ്രൈമിൻ്റെ മംഗോളിയൻ പതിപ്പായ യാം സിസ്റ്റത്തിന് നന്ദി. പക്ഷേ എല്ലാത്തിനും കൊറിയറുകൾ, വ്യാപാരം, ഗോസിപ്പ്, ചിലപ്പോൾ ശിക്ഷ എന്നിവയായി ഉണ്ട്. ഓരോ ഡസൻ മൈലിലും പുതിയ കുതിരകൾ കാത്തിരിക്കുന്നു. റിലേ സ്റ്റേഷനുകൾ എന്ന് വിളിക്കപ്പെടുന്ന സത്രങ്ങൾ ഭക്ഷണവും ഭൂപടങ്ങളും മൂന്നാം നദിക്ക് ശേഷം കൊള്ളക്കാരെ സൂക്ഷിക്കുക പോലുള്ള മുന്നറിയിപ്പുകളും ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ലക്ഷ്യസ്ഥാനം സാമ്രാജ്യത്തിൻ്റെ തെക്കുപടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു പർവ്വത പ്രവിശ്യയായ യുനാനാണ്. മാർക്കോയുടെ ദൗത്യം അതിൻ്റെ ഭരണം, അടിസ്ഥാന സൗകര്യങ്ങൾ, കർഷകരുടെ പൊതുമനോഭാവം എന്നിവ വിലയിരുത്തുക എന്നതാണ്. മുളങ്കാടുകൾ, തേയിലത്തോട്ടങ്ങൾ, മേഘാവൃതമായ കൊടുമുടികൾ എന്നിവ നിറഞ്ഞ ഒരു ദേശത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നു. നെയ്ത വള്ളികൾ കൊണ്ട് നിർമ്മിച്ച പാലങ്ങൾ, പല്ലുകൾ കറുത്തുപോകുന്നതുവരെ ആളുകൾ വെറ്റില ചവയ്ക്കേണ്ട ഗ്രാമങ്ങൾ, ഉണങ്ങിയ പല്ലികളെ മരുന്നായി വിൽക്കുന്ന മാർക്കറ്റുകൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നു. ഇഞ്ചി, നനഞ്ഞ മണ്ണ്, വേവിച്ച താട് എന്നീ ഗന്ധങ്ങൾ അതിശക്തമാണ്. ശബ്ദങ്ങൾ, ഡാങ്ങുകൾ, കോഴി, കുട്ടികൾ ചിരിക്കുന്നത് എന്നിവ ഒരിക്കലും നിലയ്ക്കുന്നില്ല. ഡാലി എന്ന പട്ടണത്തിൽ മരിച്ചവരെ കഴുകന്മാർക്കർപ്പിക്കുന്ന ഒരു ചടങ്ങായ ആകാശ ശവസംസ്കാരം അദ്ദേഹം കാണുന്നു. അദ്ദേഹം ഒരേ അളവിൽ പരിഭ്രാന്തനും ആകൃഷ്ടനുമാണ്. ഒരു പ്രാദേശിക സന്യാസി വിശദീകരിക്കുന്നു, നിങ്ങളുടെ അവസാനത്തോടെ മറ്റൊരാളെ പോറ്റുക എന്നത് അന്തിമ ഉദാര്യമാണ്. മാർക്കോ അത് വളരെ കാവ്യാത്മകമാണെന്ന് കരുതുന്നില്ല, പക്ഷേ അദ്ദേഹം അതെന്തായാലും രേഖപ്പെടുത്തുന്നു. മംഗോളിയന്മാർ പലപ്പോഴും പ്രാദേശിക ഭരണാധികാരികളെയും ആചാരങ്ങളെയും നിലനിർത്തി. അവർ വിശ്വസ്തത വാഗ്ദാനം ചെയ്യുകയും നികുതി അടയ്ക്കുകയും ചെയ്തിരുന്ന കാലത്തോളം അവരെ ഭരിക്കാൻ അനുവദിച്ചു. ഈ വഴക്ക നയം വളരെ വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെ ഒരു പാച്ച് വർക്കിൽ ആപേക്ഷിക സമാധാനം നിലനിർത്താൻ സഹായിച്ചു. ഇത് മാർക്കോ നേരിട്ട് കാണുന്നു. മംഗോളിയൻ ജനറൽമാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് ഉദ്യോഗസ്ഥർ, നികുതി ഓഫീസുകൾക്ക് സമീപത്തുള്ള ബുദ്ധവിഹാരങ്ങൾ, ഭരണാധികാരിക ബാരക്കുകളുമായി സ്ഥലം പങ്കിടുന്ന ക്ഷേത്രങ്ങൾ. ഒരിക്കൽ ഒരു ചെറിയ പർവ്വത ഗ്രാമത്തിൽ ഡ്രാഗണുകളിൽ നിന്ന് പിന്തുടർച്ചക്കാരാണെന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യനെ മാർക്കോ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തിൻ്റെ തെളിവ് ഒരു സർപ്പത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ജന്മചിഹ്നം. മാർക്കോ മാന്യമായി തലയാട്ടി ഒരു വെനീഷ്യൻ ഗ്ലാസ് ബീഡ് കൈമാറുന്നു, മുന്നോട്ടു പോകുന്നു. എന്നാൽ ഇതെല്ലാം കൗതുകകരമായ ആചാരങ്ങളല്ല ഇവിടെ. ദാരിദ്ര്യം അവൻ കാണുന്നു, ആഴമേറിയതും അസംസ്കൃതവുമാണ്. വെള്ളപ്പൊക്കത്തിൽ തകർന്ന ഒരു ഗ്രാമത്തിൽ പ്രാദേശിക നികുതി പിരിവുകാരൻ പേർഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മദ്യം കുടിക്കുമ്പോൾ കുട്ടികൾ ഒരു പാത്രം കോഞ്ചി പങ്കിടുന്നത് അവൻ കാണുന്നു. അവൻ അത് നിശബ്ദമായി ശ്രദ്ധിക്കുന്നു. സുരക്ഷിതമായി 100 മൈൽ അകലെ എത്തുന്നതുവരെ അത് ഉറക്കെ പരാമർശിക്കുന്നില്ല. സാമ്രാജ്യത്തിന്റെ അലിഖിത നിയമം അവൻ പഠിക്കുകയാണ്. വിശ്വസ്തത പ്രതീക്ഷിക്കുന്നു, സത്യസന്ധത സഹിക്കുന്നു, മിതത്വത്തിൽ. കുബ്ലായ് ഖാന്റെ മാർക്കോ നൽകിയ റിപ്പോർട്ടുകൾ എത്രത്തോളം കൃത്യമായിരുന്നു എന്ന് അറിയില്ല. ചിലർ വിശ്വസിക്കുന്നത് അദ്ദേഹം ന്യായവും കൗതുകകരവുമായ ഒരു വിവരണം അവതരിപ്പിച്ചു എന്നാണ്. മറ്റു ചിലർ വാദിക്കുന്നത് പ്രീതിയും വിനോദവും നിലനിർത്താൻ അദ്ദേഹം വിദേശീയതയെ അലങ്കരിച്ചു എന്നാണ്.
എന്തായാലും അരിയുടെ തരങ്ങൾ, പാലം നിർമ്മാണ രീതികൾ, നികുതിയോടുള്ള പ്രാദേശിക മനോഭാവങ്ങൾ എന്നിവയെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഈ വിശദാംശങ്ങൾക്ക് സമാനതകളില്ലായിരുന്നു. മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചെത്തുമ്പോഴേക്കും മാർക്കോ കൂടുതൽ മെലിഞ്ഞവനും കടുപ്പമുള്ളവനുമായി 3 പുതിയ ഭാഷകൾ സംസാരിക്കുന്നു. അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകൾ നേരിട്ട് ഖാന് മുന്നിൽ അവതരിപ്പിക്കുന്നു. ജലസേചന സംവിധാനങ്ങൾ, റോഡുകളുടെ തകർച്ച, നികുതി സീസണിൽ ഒരു തെക്കൻ ഗവർണർ അവധി ദിനങ്ങൾ പ്രഖ്യാപിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള കുറിപ്പുകൾ കുബ്ലായി ആ ഭാഗം കണ്ട് ചിരിക്കുന്നു. മാർക്കോയോട് മറ്റൊരു നിയമനം വേണോ എന്ന് ചോദിക്കുന്നു. മാർക്കോ തലയാട്ടുന്നു. തീർച്ചയായും അദ്ദേഹം ആഗ്രഹിക്കുന്നു. അടുത്ത സ്റ്റോപ്പ് അന്ന് ക്വിൻസായി എന്നറിയപ്പെട്ടിരുന്ന ഹാങ്ഷോ ആണ്. മാർക്കോ പിന്നീട് ലോകത്തിലെ ഏറ്റവും ഗംഭീരമെന്ന് വിളിച്ചിരുന്ന ഒരു നഗരം. കിഴക്കോട്ടുള്ള യാത്ര ഇപ്പോൾ സുഗമമാണ്. വില്ലോ മരങ്ങളാൽ ചുറ്റപ്പെട്ട വിശാലമായ റോഡുകളും ഏഷ്യയിലെല്ലായിടത്തുമുള്ള വ്യാപാരികളുടെ തിരക്കും. അദ്ദേഹം വാട്ടർ ബഫലോ വണ്ടികളെയും കപ്പൽ യാത്രാ ജങ്കുകളെയും തുഴകളുമായി താളത്തിൽ പാടുന്ന ബോട്ടുമാനെയും കാണുന്നു. മാർക്കോ ഹാങ്ഷോവിലെത്തുമ്പോൾ നഗരത്തിൻ്റെ ഉന്നതിയിൽ 10 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്നു. ക്ഷേത്രങ്ങളും ചായക്കടകളും മാളികകളും കൊണ്ട് ചുറ്റപ്പെട്ട വിശാലമായൊരു തടാകം അതിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. തണുത്തുറഞ്ഞ മഴവില്ലുകൾ പോലെ കനാലുകൾക്ക് കുറുകെ കമാനാകൃതിയിലുള്ള കൽപ്പാലങ്ങൾ. രാത്രി മാർക്കറ്റുകൾ വിളക്കുകൾ കൊണ്ട് തിളങ്ങുന്നു. തെരുവുകൾ ദിവസവും വൃത്തിയാക്കുന്നു. പൊതു ടോയ്ലറ്റുകളുണ്ട്. മാർക്കോ യൂറോപ്പിലെ അടിസ്ഥാന സൗകര്യങ്ങളെ എല്ലാത്തിനെയും ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഹാങ്ഷോവിൽ അദ്ദേഹം പോർസലൈൻ വർക്ക്ഷോപ്പുകൾ സന്ദർശിക്കുകയും മുയൽ രോമങ്ങൾ കൊണ്ട് നിർമ്മിച്ച ബ്രഷുകൾ ഉപയോഗിച്ച് സങ്കീർണമായ ഡ്രാഗൺ ഡിസൈനുകൾ വരയ്ക്കുന്ന കരകൗശല വിദ്ഗ്ധർ എങ്ങനെയെന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. 100 കണക്കിന് തൊഴിലാളികളുള്ള സിൽക്ക് ഫാക്ടറികൾ അദ്ദേഹം കാണുന്നു. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകൾ. മുടിയേക്കാൾ നേർത്ത നൂലുകൾ കറക്കുമ്പോൾ അവർ സംസാരിക്കുന്നു. ഒരു പടക്ക മാർക്കറ്റ് പോലും അദ്ദേഹം സന്ദർശിക്കുന്നു. ഈ നഗരത്തിൽ ആളുകൾ എങ്ങനെ ഉറങ്ങും എന്നൊരു സാമ്പിൾ തൻ്റെ യാത്രാസഞ്ചിയിൽ തിരികിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു. ഒരു കൗതുകകരമായ കാര്യമെന്തെന്നാൽ നഗരത്തിലെ വേശ്യകൾ നല്ല വിദ്യാഭ്യാസമുള്ളവരാണെന്നും പലപ്പോഴും അത്താഴത്തിന് അവർ കവിത ചൊല്ലുന്നുവെന്നും മാർക്കോ ശ്രദ്ധിക്കുന്നു. അത്തരമൊരു ഒത്തുചേരലിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അവരിൽ ഒരാൾ റോമൻ നിയമത്തെക്കുറിച്ച് തന്നോട് തർക്കിക്കുമ്പോൾ അദ്ദേഹം അസ്വസ്ഥനാകുന്നു. മാഫിയോ ആഴ്ചകളോളം അദ്ദേഹത്തെ കളിയാക്കുന്നു. അദ്ദേഹം തൻ്റെ 2ാമത്തെ റിപ്പോർട്ട് തിരിച്ചയക്കുന്നു. എഞ്ചിനീയറിംഗിനെ അദ്ദേഹം പ്രശംസിക്കുന്നു. സൈന്യത്തിൻ്റെ അച്ചടക്കത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നു. കൂടാതെ ഹാങ്ഷാവുവിൻ്റെ ശുചിത്വം മിക്ക യൂറോപ്യൻ സർക്കാരുകളെക്കാളും സംഘടിതമാണ് എന്ന് അദ്ദേഹം കുറിക്കുന്നു. മാർക്കോ വീണ്ടും തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തെ അപ്രതീക്ഷിതമായ ഒന്ന് സ്വീകരിച്ചു: ബഹുമാനം. ഖാനിൽ നിന്നും മാത്രമല്ല, ഒരു കാലത്ത് അദ്ദേഹത്തെ ഒരു പുതുമയായി കണ്ടിരുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്നും, ജനറൽമാരിൽ നിന്നും, വിദേശ ദൂതന്മാരിൽ നിന്നും. ഇപ്പോൾ അദ്ദേഹം മാർക്കോ പോളോയാണ്. തിരിച്ചുവരുന്ന മനുഷ്യൻ, അതിജീവിക്കുന്നവൻ, ശ്രദ്ധിക്കുന്നവൻ. ഇപ്പോൾ പ്രായമാകുന്ന കുബ്ലായ് ഖാൻ കൂടുതൽ സൂക്ഷ്മമായ ദൗത്യങ്ങളിലും അദ്ദേഹത്തെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. സർവേകളും റിപ്പോർട്ടുകളും മാത്രമല്ല, നയതന്ത്രം, വിവർത്തനം, അതെ, ചാരവൃത്തിയുടെ മന്ത്രിപ്പുകൾ വരെ മാർക്കോയെ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ മാർക്കോ തന്നെ ഒരു സന്ദർശകനായി കരുതുന്നത് നിർത്തുന്നു. ചൈന ഇനി കിഴക്കല്ല, അത് എവിടെയാണ്? പക്ഷേ അവൻ കൂടുതൽ കാണുന്തോറും കൂടുതൽ ആശ്ചര്യപ്പെടുന്നു. ഈ അറിവുകളെല്ലാം ഉപയോഗിച്ച് അവൻ എന്തു ചെയ്യും? വീട്ടിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ അവൻ ആ ചിന്തയെ മാറ്റി നിർത്തുന്നു. പര്യവേക്ഷിക്കാൻ ഇനിയും ഏറെയുണ്ട്. കടൽ, വടക്ക്, അതിനപ്പുറമുള്ള ദ്വീപുകൾ. നിശ്ചലമായിരിക്കുന്നതിൽ മാർക്കോ പോളോ ഒരിക്കലും സംതൃപ്തനായിരുന്നില്ല. മാർക്കോയുടെ ആത്മവിശ്വാസവും ചുമതലകളും വളരുന്നതിനൊപ്പം അവൻ്റെ ലോകത്തിൻ്റെ ഭൂപടവും വ്യാപിക്കുന്നു. അടുത്തതായി തെക്കോട്ടും കടൽ വഴിയുമായി ഖാന്റെ പുതിയ നിയോഗം ആരംഭിക്കുന്നു. ഭൂഖണ്ഡത്തിൻ്റെ തീരപ്രദേശങ്ങളിലൂടെയും അതിലും വളരെ അകലെയുള്ള ദേശങ്ങളിലേക്കും, യൂറോപ്യന്മാർക്ക് ഇതുവരെ അതിൻ്റെ പേരുകൾ പോലും പരിചിതമല്ലാത്ത ദേശങ്ങളിലേക്ക് അയക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദൗത്യമോ വിദേശ രാജ്യങ്ങളെ നിരീക്ഷിക്കുക, അറിവോടെ മടങ്ങുക. മഹാനായ ഖാന്റെ അന്തസ്സ് അദ്ദേഹം പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകുക. ഇതിനായി മാർക്കോയ്ക്ക് പുതിയൊരു അകമ്പടി സംഘവും വിവർത്തകരും ചെറിയൊരു കപ്പൽക്കൂട്ടവും നൽകപ്പെടുന്നു. അതെ, വെനീസിലെ തുറമുഖങ്ങളിൽ നിന്നെത്തിയൊരു ഇടവേളക്കാരൻ വീണ്ടും കപ്പലിലേക്ക് മടങ്ങുന്നു. ഇത്തവണ മാത്രം ബോട്ടുകൾ ചൈനീസ് ജങ്കുകളാണ്.
വെള്ളം കടക്കാത്ത കമ്പാർട്ട്മെൻറ്റുകൾ, നെയ്ത മുള കൊണ്ടുള്ള പായകൾ, നാവിഗേഷൻ ഉപകരണങ്ങൾ എന്നിവയുള്ള ഒരു കൂട്ടൻ തടിക്കപ്പലുകളാണവ. യൂറോപ്പ് ഇതുവരെ അങ്ങനെയൊന്ന് സങ്കല്പിച്ചിട്ട് പോലുമില്ല. മാർക്കോയുടെ കടൽ യാത്രകൾക്ക് ദക്ഷിണ ചൈന, ഇന്നത്തെ വിയറ്റ്നാമിൻ്റെ ചില ഭാഗങ്ങൾ, മലേഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവ ഉൾപ്പെട്ടിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ അവൻ വ്യക്തിപരമായി എല്ലാ തീരങ്ങളിലും എത്തിച്ചേർന്നോ, വിശ്വസ്തമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചോ എന്നതിൽ ഇതുവരെ ധാരണാനിരൂപണം തുടരുകയാണ്. പക്ഷേ മാർക്കോയോ, അദ്ദേഹം ഓരോ കടവിലും താൻ നടക്കുന്നതുപോലെയാണ് അവിടുത്തെ കഥകൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സ്റ്റോപ്പ് സൈത്തൂൻ, ഇന്നത്തെ ക്വാൻസൗ നഗരമാണ്. പേർഷ്യൻ, ഇന്ത്യൻ, അറബ് വ്യാപാരികൾ വെയർഹൗസ് സ്ഥലത്തിനായി പരക്കം പായുന്ന തിരക്കേറിയ ഒരു തുറമുഖമാണിത്. ഉപ്പ്, സുഗന്ധദ്രവ്യം, മത്സ്യം എന്നിവയുടെ ഗന്ധമാണ് തുറമുഖത്തിന്. മാർക്കോ വിശാലമായ ഡ്രൈ ഡോക്കുകൾ, മസാല ചേർത്ത അണലി വിഭവങ്ങൾ നൽകുന്ന തുറമുഖ കടകൾ, രേഖകൾ മുദ്രയിടാൻ മഷി പുരട്ടിയ വിരലടയാളം ഉപയോഗിക്കുന്ന പ്രാദേശിക ഉദ്യോഗസ്ഥർ, യൂറോപ്പ് ഇതുവരെ സ്വീകരിക്കാത്തൊരു രീതി മാർക്കോ വിവരിക്കുന്നു. പിന്നെ മറ്റൊരു സംഭവമാണ്. ഒരു വ്യാപാരി തൻ്റെ കാളയെ ആചാരപ്രകാരമെന്ന് തോന്നുന്ന രീതിയിൽ കുളിപ്പിച്ച് നന്നായി അഭിമാനത്തോടെ ബാപ്റ്റിസം നൽകി കൊല്ലുന്നതാണ് അവൻ കാണുന്നത്. മതം, ആചാരം, ഭക്ഷണരീതികൾ എന്നിങ്ങനെയുള്ളത്, ഇതെല്ലാം ചേർന്ന അത്യന്തം അന്യൂതമായ ചടങ്ങ്. അത് തൻ്റെ മുഴുവൻ സംഘത്തെയും അമ്പരപ്പിക്കുന്നു. വ്യാപാരി വെറുതെ തോളിൽ കുലുക്കി പറയുന്നു, ഇത് ഈ രീതിയിൽ കൂടുതൽ രുചികരമാണ്. പക്ഷെ മാർക്കോ അതിനൊന്നും പറയുന്നില്ല. തെക്കോട്ട് കപ്പൽ കയറി മുന്നേറുമ്പോൾ മാർക്കോ എത്തുന്നത് ഫൂഷാവുവിലേക്കാണ്. അവിടെ അദ്ദേഹം ആദ്യം തന്നെ തേയില സംസ്കാരത്തെക്കുറിച്ച് വളരെയധികം വിശദമായി രേഖപ്പെടുത്തുന്നു. പൂക്കളുടെ ഗന്ധമുള്ളതും ഇരുമ്പിൻ്റെ ശക്തിയുള്ളതുമായ വളരെ സൂക്ഷ്മമായി ഉണ്ടാക്കിയ ഒരു കപ്പ് തേയില അദ്ദേഹം എടുത്തിട്ടുണ്ട്. നർത്തകരെപ്പോലെ ഇലകൾ നുള്ളിയെടുക്കുന്ന കർഷകരെ അദ്ദേഹം നിരീക്ഷിക്കുന്നു. പിന്നീട് അവൻ കാണുന്നത് ചില ഗ്രാമീണ വിപണികളിൽ ചായപ്പൊടികളാണ് കറൻസിയായി ഉപയോഗിക്കപ്പെടുന്നത്. സ്വാഭാവികമായും അവനൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. മാഫിയോ അവനെ ഓർമ്മിപ്പിക്കുന്നു, അത് പണമാണ്, സ്നാക്സ് അല്ല. അതിനുശേഷം മാർക്കോ എത്തുന്നത് ഗ്വാങ്ജൌവിലേക്കാണ്. മറ്റൊരു വിശാലമായ വ്യാപാര കേന്ദ്രം. മുസ്ലിം പള്ളികൾ, ബൗദ്ധക്ഷേത്രങ്ങൾ, താവോയിസ്റ്റ് പുണ്യസ്ഥലങ്ങൾ എന്നിവ ഒറ്റ തെരുവിലൊപ്പം നിലനിൽക്കുന്ന സ്ഥലമാണിത്. ഖാന്റെ കൽപ്പന പ്രകാരം നടപ്പാക്കിയ മതസഹിഷ്ണുതയെക്കുറിച്ച് മാർക്കോ അതിശയിപ്പിക്കുന്നു. വിദേശ വ്യാപാരികളും നികുതി അടയ്ക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്നതിനാൽ അവരെയും കൂടെ കൂട്ടി മാന്യമായി പെരുമാറുന്നുവെന്ന് അദ്ദേഹം കുറിക്കുന്നു. അവൻ പിന്നീട് ചൈനീസ് കപ്പൽ പടയിൽ ചേരുകയും തീരപ്രദേശങ്ങളിലൂടെ തുടർന്നും കപ്പൽ യാത്ര നടത്തുകയും ചെയ്യുന്നു. ആഴമുള്ള കടലായാലുകൾ, പാറക്കെട്ടുകൾ, ചിലപ്പോഴൊക്കെ കടൽക്കള്ളന്മാർ, ഇവയിലൂടെയാണ് യാത്ര. ഹൈനാൻ ദ്വീപിനടുത്തുള്ള ഒരു ശക്തമായ കൊടുങ്കാറ്റിൽ ഒരു കപ്പൽ അതിൻ്റെ കൊതിമാലം പിളർന്നു മറിഞ്ഞു വീഴാൻ പോകുന്നു എന്ന് മാർക്കോ കാണുന്നു. ക്യാപ്റ്റൻ ശാന്തമായി ഒരു കുന്തിരുക്കം കത്തിച്ച് കൊടുങ്കാറ്റിനെ നേരിടാൻ കുമ്പിട്ട്, ദൈവങ്ങൾ വാദിക്കട്ടെ, ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് എന്ന് മന്ത്രിക്കുന്നു. ഈ യാത്രകളുടെ ഭാഗമായി യൂറോപ്യൻ മനസ്സിനെ അതിശയപ്പെടുത്തുന്ന ഉപഭോഗ വസ്തുക്കളാണ് മാർക്കോ കാണുന്നത്. തീയിൽ കത്താത്ത അസ്ബസ്റ്റോസ് തുണികൾ, ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ ചൈനീസ് പണ്ഡിതൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ലെൻസുകൾ, മിനുക്കിയ സ്റ്റീൽ കണ്ണാടികൾ. സ്വന്തം നാട്ടിലുള്ളവർ ഈ കഥകൾ വിഡ്ഢിത്തമെന്ന് വിളിക്കുമെന്ന് നന്നായി അറിയാമെങ്കിലും അദ്ദേഹം ആ കുറിപ്പുകൾ ആവേശത്തോടെ എടുക്കുന്നു. ഇവയൊക്കെ മാർക്കോ നേരിൽ കണ്ടതാണോ, അതോ നാവികരിൽ നിന്ന് കേട്ടതൊക്കെ സ്വന്തം അനുഭവമായി മാറ്റിയതാണോ എന്നത് ചരിത്രകാരന്മാർ ഇന്നും ചർച്ച ചെയ്യുന്നു. പക്ഷേ എങ്ങനെയായാലും അവൻ അത്രയും വിശദമായി വിവരിക്കുന്നതുകൊണ്ട് തന്നെ സംശയാസ്പദരായവരും ഒരു നിമിഷം നിർത്തിവെച്ച് ആലോചിക്കേണ്ടി വരുന്നു. ദക്ഷിണ ചൈന കടലിന് കുറുകെ, ഒരുപക്ഷെ മലായ് പെനിൻസുല വരെ, അവിടെ ആനകളുടെ പുറത്ത് സവാരി ചെയ്യുന്ന രാജാക്കന്മാരെയും മയിൽപീലി കൊണ്ട് അലങ്കരിച്ച കൊട്ടാരങ്ങളെയും നാവു കുത്തുകയും ശ്വാസകോശത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന സുഗന്ധദ്രവ്യങ്ങളെയും അദ്ദേഹം വിവരിക്കുന്നു. സുമാത്രയിൽ അസ്ഥി ആഭരണങ്ങൾ ധരിക്കുന്ന, പുളിപ്പിച്ച മത്സ്യം കഴിക്കുന്ന, പല്ലുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഗോത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നു. ഒരു തലവൻ മാർക്കോയെ തൻ്റെ യുദ്ധപുഞ്ചിരി കാണിക്കുന്നു. ഒരു ഭയാനകമായ പുഞ്ചിരി മിന്നിമറയുന്നു. അത് മാഫിയോയുടെ
അരിപ്പാത്രം താഴെയിടുന്നു. മാർക്കോ ആഴ്ചകളോളം, ഒരുപക്ഷെ മാസങ്ങളോളം ജാവയിൽ താമസിക്കുന്നു. കാടും ഈർപ്പവും കൊണ്ട് നിറഞ്ഞ ഭൂമി. പഴങ്ങൾ വളരെ സമൃദ്ധമായതിനാൽ ആളുകൾ പിച്ചള മിനുക്കാൻ അമിതമായി പഴുത്ത വാഴപ്പഴം ഉപയോഗിക്കുന്നു. അവിടുത്തെ രാജാവ് അഗ്നിപർവ്വതത്തിന് അഭിമുഖമായുള്ള ഒരു കൊട്ടാരത്തിലാണ് താമസിക്കുന്നതെന്നും ഒരു ഉൽക്കാശിലയിൽ നിന്ന് കുത്തിയെടുത്ത ഒരു കപ്പിലാണ് കുടിക്കുന്നത് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഒന്നു മിനുക്കിയ തേങ്ങയാണെന്ന് മാഫിയോ സംശയിക്കുന്നു. മാർക്കോ പറയുന്നു, ഞാൻ സ്വപ്നം കാണട്ടെ. അവൻ കൂടാതെ മറ്റൊരു ദ്വീപിനെക്കുറിച്ച് കേൾക്കുന്നു, സിഭാങ്ങു അഥവാ ജപ്പാൻ. കെട്ടിടങ്ങൾ തിളങ്ങുന്നതും യോദ്ധാക്കൾ ഇടിമുഴക്കം പോലെ പോരാടുന്നതുമായ ഒരു സ്വർണ്ണദ്വീപ് എന്നവർ പറയുന്നു. കുബ്ലായ് ഖാൻ ഇതിനകമേ ജപ്പാനിൽ 2 അധിനിവേശങ്ങൾക്ക് ശ്രമിച്ചിരുന്നു. രണ്ടും ജാപ്പനീസ് കാമിക്കാസെ അല്ലെങ്കിൽ ദിവ്യകാറ്റ് എന്ന് വിളിക്കുന്ന വലിയ കൊടുങ്കാറ്റുകളാൽ പിന്തിരിപ്പിക്കപ്പെട്ടു. മാർക്കോ ജപ്പാനിലെത്തുന്നില്ല. പക്ഷേ അദ്ദേഹം കഥകൾ, പ്രത്യേകിച്ച് സ്വർണ്ണ ടൈലുകൾ കൊണ്ട് നിർമ്മിച്ച മേൽക്കൂരകളെക്കുറിച്ചുള്ള ഭാഗം ആദരവോടെ വിശദമായി രേഖപ്പെടുത്തുന്നു. ഇതൊന്നും ആരും വിശ്വസിക്കില്ല എന്ന് അദ്ദേഹം പിറുപിറുക്കുന്നു. മാർക്കോയുടെ മടങ്ങിയ യാത്രയ്ക്കിടയിൽ ഒരു അന്യമായ നിമിഷം സംഭവിക്കുന്നു. അവൻ്റെ കപ്പൽ ഒരു ചെറിയ തീരഗ്രാമത്തിൽ നിർത്തുന്നു. അവിടെ പശുക്കൾ ധരിക്കുന്ന മണികൾക്ക് പ്രാർത്ഥനകളുടെ മന്ത്രശക്തിയുണ്ടെന്നും തീവ്രവ്രതത്തിൽ കഴിയുന്ന സന്യാസികൾ തത്തകൾക്ക് ദൈവവചനങ്ങൾ വായിക്കാൻ പഠിപ്പിക്കുന്നു എന്നുമാണ് അവൻ്റെ കപ്പൽ ഒരു ചെറിയ തീരഗ്രാമത്തിൽ നിർത്തുന്നത്. മാർക്കോ അവയിൽ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അതൊടുവിൽ തത്ത ഒരു കരുണയെക്കുറിച്ചുള്ള 10 വരികളുള്ള ശ്ലോകം മുഴുവനായും വായിക്കുന്നു. അതിൽ അതീവാഭിപ്രട്ടനായി മാർക്കോ സന്യാസിക്ക് ഒരു വെള്ളിനാണയം നൽകുന്നു. പിന്നീടുള്ള യാത്ര മുഴുവൻ അദ്ദേഹം ആ തത്തയെ ഫാദർ ഗ്രിഗറി എന്ന് വിളിക്കുന്നു. ചൈനയിൽ തിരിച്ചെത്തിയപ്പോൾ കിഴക്കൻ പ്രവിശ്യകളിലെ ഉപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ അദ്ദേഹത്തിന് അപൂർവമായൊരു അവസരം ലഭിച്ചു. ഇവിടെ മുഴുവൻ നഗരങ്ങളും ഉപ്പിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ വിളവെടുപ്പ്, വ്യാപാരം, നികുതി, ഒരു സംഘടിത റേഷനിംഗ് സമ്പ്രദായം. കാരണം ദരിദ്ര കുടുംബങ്ങൾക്ക് പോലും ഉപ്പ് എങ്ങനെ ലഭ്യമാകും എന്ന് മാർക്കോ രേഖപ്പെടുത്തുന്നു. അവൻ മനസ്സിൽ വെനീസിനെയും ഓർക്കുന്നു. അവിടെ ഒരു മോശമായ ഉപ്പ് വിളവെടുത്താൽ ശീതകാലം മുഴുവൻ തകർന്നുപോകും. ഖാൻ ബാലിഗിൽ, ആധുനിക ബീജിംഗിൽ കൂടുതലായി താമസിക്കുന്ന കുബ്ലായ് ഖാന്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം മടങ്ങിവരുമ്പോൾ മാർക്കോ സമ്മാനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ചാർട്ടുകൾ, ഭൂപടങ്ങൾ എന്നിവ കൊണ്ടുവരുന്നു. എന്നാൽ അതിലുപരി അദ്ദേഹം ഉൾക്കാഴ്ച നൽകുന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ കുറച്ചുകൂടി വ്യാപകമായ കണ്ണുകളോടെ, കൂടുതൽ അളന്നെടുത്തതുമാണ്. എല്ലാ ആരാധനാലയങ്ങളിലും പാലങ്ങളിലും അദ്ദേഹം ഇനി അത്ഭുതപ്പെടുന്നില്ല. പകരം അദ്ദേഹം അവയെ വിശകലനം ചെയ്യുന്നു. അവനിനിയൊരു സഞ്ചാരിയല്ല, അവനിനിയൊരു ചരിത്രകാരനാകുന്നു. ഒരു കാലത്ത് 2 ലോകങ്ങളിലും കാൽവെച്ച ഒരു മനുഷ്യൻ. ഖാൻ അദ്ദേഹത്തിന് മനോഹരമായ പ്രതിഫലം നൽകുന്നു, പട്ട്, സ്വർണം, സ്ഥാനപേരുകൾ. എന്നാൽ അദ്ദേഹം കൂടുതൽ ആവശ്യപ്പെടുന്നു. ഉടൻ നമ്മൾ മറ്റുള്ളവരും ഞാൻ തന്നെ, മറ്റുള്ളവരൊന്നും നിഴലുകളാണെന്ന് കരുതുന്ന രാജാക്കന്മാർക്ക് സന്ദേശങ്ങൾ അയക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കും. മാർക്കോ തലയാട്ടുന്നു. അതിൻ്റെ അർത്ഥം അവനറിയാം. രാഷ്ട്രീയം, പ്രചാരണം, പാരമ്പര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഒരു പുതിയ ചിന്ത തളിരൊടുക്കുന്നു. മൃദുലമായി, വീണ്ടും വരും അലസമായ ഒരാശയം. എത്ര വൈകി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ? ചക്രവർത്തിയുടെ കൊട്ടാരത്തിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ വർഷങ്ങൾ നിശബ്ദമായും വേഗത്തിലും കടന്നുപോകുന്നു. പുതിയ ഭാഷകളിൽ കാലിടറുകയോ വെടിക്കെട്ട് കളിക്കുകയോ ചെയ്യുന്ന ഉത്സാഹഭരിതനായ യുവ വിദേശിയല്ല മാർക്കോ ഇപ്പോൾ. അദ്ദേഹം മംഗോളിയൻ വസ്ത്രങ്ങളിലേക്ക് വളർന്നു. കൂടുതൽ എളുപ്പത്തിൽ വാഹനം ഓടിക്കുന്നു. പേർഷ്യൻ, മംഗോളിയൻ, വിവിധ ചൈനീസ് ഭാഷകളിൽ ഒഴുക്കോടെ സംസാരിക്കുന്നു. സാമ്രാജ്യത്തിന്റെ യന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നറിയുന്ന ഒരു മനുഷ്യന്റെ ശാന്തമായ പക്വതയോടെ സ്വയം പെരുമാറുന്നു. ഖാൻ ബാലിക്കിലാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത്. മംഗോളിയക്കാർ അവരുടെ തലസ്ഥാനമെന്ന് വിളിക്കുന്ന പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ ബീജിംഗ് എന്നറിയപ്പെടുന്നത്. നഗരം വിശാലവും ക്രമീകൃതവുമാണ്. ഒരു യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ ആസൂത്രിതമാണ്. തെരുവുകൾ ഗ്രിഡുകളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കല്ലുചാലുകളിലൂടെ വെള്ളമൊഴുകുന്നു. പൊതു പാർക്കുകളും പോസ്റ്റൽ ഓഫീസുകളും സോണിംഗ് നിയമങ്ങളും പോലുമുണ്ട്. നല്ല കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു ഭരണയന്ത്രം
കുബ്ലായ് ഖാൻ ഫലപ്രദമായി നിർമ്മിച്ചിട്ടുണ്ട്. മാർക്കോയുടെ പുതിയ തസ്തിക നിർവചിക്കാൻ പ്രയാസമാണ്. അദ്ദേഹം ഭാഗികമായി നയതന്ത്രജ്ഞൻ, ഭാഗികമായി ഉപദേഷ്ടാവ്, ഭാഗികമായി കഥാകാരൻ എന്നിങ്ങനെയെല്ലാമാണ്. മറ്റുള്ളവർക്ക് നഷ്ടമാകുന്നത് മാർക്കോ കാണുന്നതിനാൽ കുബ്ലായ് അദ്ദേഹത്തെ കൃത്യമായി വിലമതിക്കുന്നു. മറ്റാരും ചോദിക്കാൻ ധൈര്യപ്പെടാത്ത ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. കുബ്ലായിയുടെ ഭരണത്തിന് കീഴിലുള്ള യുവാൻ രാജവംശം മംഗോളിയൻ സൈനിക ആധിപത്യത്തെയും ചൈനീസ് ഭരണപരമായ സങ്കീർണതയും സംയോജിപ്പിച്ച് ചൈന മുഴുവൻ ഭരിച്ച ആദ്യത്തെ വിദേശ നേതൃത്വത്തിലുള്ള രാജവംശമായിരുന്നു. മാർക്കോ ഈ സങ്കര സമ്പ്രദായം പ്രവർത്തിക്കുന്നത് നിരീക്ഷിക്കുന്നു. ചൈനീസ് നികുതി ഓഫീസുകൾക്ക് കാവൽ നിൽക്കുന്ന മംഗോളിയൻ കുതിരപ്പടയാളികൾ, ബുദ്ധക്ഷേത്ര സംഭാവനകൾ അവലോകനം ചെയ്യുന്ന പേർഷ്യൻ അക്കൗണ്ടന്റുമാർ. കോടതിയിൽ മാർക്കോ ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള ദൂതന്മാരുമായും സമർഖണ്ഡിൽ നിന്നുള്ള ഗണിതശാസ്ത്രജ്ഞന്മാരുമായും ഇടയ്ക്കിടയ്ക്ക് ടിബറ്റിൽ നിന്നുള്ള ഒരു ഒളിച്ചോടിയ സന്യാസിയുമായും ചർച്ചകൾ നടത്തുന്നു. ലാക്കുർ ചെയ്ത പാത്രങ്ങളും പോർസലിൻ കപ്പുകളും കൊണ്ട് സജ്ജീകരിച്ച നീണ്ട മേശകളിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു. അതെ, അദ്ദേഹം ഇപ്പോൾ ഒരു പ്രൊഫഷണലിനെ പോലെ ചോപ്സ്റ്റിക്സ് ഉപയോഗിക്കുന്നു. ആ ഫോർക്ക് വെനീസിലേക്ക് തിരികെ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മാഫിയോ ഒരിക്കൽ തമാശ പറയുന്നു. എന്നാൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഒരു കാലത്ത് ഊർജ്ജസ്വലനായ കുതിരക്കാരനും മികച്ച തന്ത്രജ്ഞനുമായിരുന്ന കുബ്ലായി ഖാന് ഇപ്പോൾ പ്രായമാകുകയാണ്. അദ്ദേഹം ഒരു വടിയുമായി നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ ഔഷധസസ്യങ്ങൾ കലർന്നിരിക്കുന്നു. അദ്ദേഹം കൂടുതൽ അന്ധവിശ്വാസിയായി. ചിലപ്പോൾ പ്രധാന തീരുമാനങ്ങൾക്ക് മുമ്പ് ജ്യോതിഷികളുമായി കൂടിയാലോചിക്കുന്നു. അയാൾ വിചിത്രമായ മെക്കാനിക്കൽ ഉപകരണങ്ങൾ പോലും നിർമ്മിക്കാൻ തുടങ്ങുന്നു. മണിക്കൂറിൽ അലറുന്ന ഒരു കടുവ പോലത്തെ ക്ലോക്ക്, വീഞ്ഞു ഛർദ്ദിക്കുന്ന ഒരു വ്യാളിയുടെ ആകൃതിയിലുള്ള ഒരു ജലധാര. ചരിത്രം തൻ്റെ കാൽക്കീഴിൽ നിന്ന് മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്ന നിശബ്ദ അവബോധത്തോടെയാണ് മാർക്കോ ഇതെല്ലാം നിരീക്ഷിക്കുന്നത്. മാർക്കോയ്ക്ക് തൻ്റെ അവസാന വർഷങ്ങളിൽ കുബ്ലായി ഖാനെ ആഴത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. തദ്ദേശീയ ഉപദേഷ്ടാക്കൾ അനുകൂലമായി മടങ്ങിയതോടെ മാർക്കോയെ മാറ്റി നിർത്തിയെന്ന് ചിലർ അവകാശപ്പെടുന്നു. രസകരമായ കഥകൾക്കും സഹായകരമായ ഉൾക്കാഴ്ചകൾക്കുമുള്ള ഒരുതരം പ്രിയപ്പെട്ട വിദേശീയ അമ്മാവനായി അദ്ദേഹം സ്ഥിരമായി തുടർന്നു എന്ന് മറ്റുള്ളവർ വാദിക്കുന്നു. നമുക്കറിയാവുന്നത്, മാർക്കോ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കാലം അവിടെ ജീവിക്കുന്നു. 17 വർഷം. ആ സമയത്ത് അവൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലധികം കാലം. അവന് എസ്റ്റേറ്റുകളും ഒരു സ്റ്റാഫും നൽകുന്നു. കൂടാതെ ഒരു ഭാര്യയിലെ പോലും വാഗ്ദാനം ചെയ്യുന്നു. വടക്കുനിന്നുള്ള ഒരു കുലീന സ്ത്രീ. എൻ്റെ ഹൃദയം സഞ്ചാരത്തെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മാന്യമായി നിരസിക്കുന്നു. മാഫിയോ പിറുപിറുക്കുന്നു. അല്ലെങ്കിൽ നീ അവളുടെ അച്ഛനെ ഭയപ്പെടുന്നു. എന്നാൽ അവൻ്റെ എല്ലാ സുഖസൗകര്യങ്ങൾക്കും ഒരു പിരിമുറുക്കം വർദ്ധിക്കുന്നു. മാർക്കോയ്ക്ക് നിശബ്ദനാവാൻ തുടങ്ങുന്നു. താൻ ഇനി എവിടെയും ഉൾപ്പെടുന്നില്ലെന്ന്. അവൻ ചൈനക്കാരനല്ല. അവനിപ്പോൾ വെനീഷ്യൻ മാത്രമല്ല, യൂറോപ്പ്. ആ വാക്കിൻ്റെ അർത്ഥം എന്തായാലും അവനെ മറന്നുപോയിരിക്കാം. അവൻ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങുന്നു. ഖാനുവേണ്ടിയുള്ള കോടതി മെമ്മോകളോ റിപ്പോർട്ടുകളോ അല്ല, മറിച്ച് ഓർമ്മകൾ, വിവരണങ്ങൾ, ഗന്ധങ്ങൾ, നഗരങ്ങളുടെ പേരുകൾ, അവർക്ക് എത്ര പാലങ്ങളുണ്ടായിരുന്നു, അവരുടെ ആളുകൾ എന്തുതരം ധാന്യമാണ് കഴിച്ചത്. അവൻ വസ്തുതകൾ മാത്രമല്ല, സംവേദനങ്ങളും രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ മാർക്കോ ഒരു പുതുവർഷാഘോഷത്തിൽ പങ്കെടുക്കുന്നു. അവിടെ നഗരത്തിലൂടെ പടക്കം ഡ്രാഗണുകൾ പരേഡ് ചെയ്യപ്പെടുന്നു. നൃത്തത്തിനിടയിൽ ഒരാൾ തീ പിടിച്ച് പ്രേക്ഷകരിലേക്കെറിയുന്നു. ഒരു പ്രഭുവിൻ്റെ രോമക്കുപ്പായം കത്തിക്കുന്നു. ആരും പരിഭ്രാന്തരാകുന്നില്ല. പ്രഭു ചിരിച്ചുകൊണ്ട് ചായ ഒഴിക്കുന്നു. മാർക്കോ മനസ്സിലാക്കുന്നു, ഈ ദേശത്തിന് കുഴപ്പങ്ങൾ എങ്ങനെ കൃപയോടെ സ്വീകരിക്കാമെന്നറിയാം. എന്നിട്ടും പിരിമുറുക്കങ്ങൾ വളരാൻ തുടങ്ങുന്നു. സാമ്രാജ്യത്തിന്മേലുള്ള മംഗോളിയൻ പിടി ദുർബലമാകുകയാണ്. തെക്ക് കലാപങ്ങൾ ഇളകിമറിയുന്നു. ക്ഷാമം പതിയെ തിരിച്ചെത്തുന്നു. കുബ്ലായി ചൈനക്കാരനായി മാറിയെന്ന് പഴയ മംഗോളിയൻ വരേണ്യവർഗം പിറുപിറുക്കുന്നു. കർഫ്യൂ കഴിഞ്ഞ് തിരക്കിട്ട കാൽപ്പാടുകളിൽ ചായക്കടകളിലെ പിറുപിറുപ്പുകൾ മാർക്കോ കേൾക്കുന്നു. ക്ഷീണിതനായെങ്കിലും ഇപ്പോഴും ആജ്ഞാപിക്കുന്ന ചക്രവർത്തി അന്തിമോപചാരമർപ്പിക്കാൻ മാർക്കോയെ വിളിക്കുന്നു. ഒരു മംഗോളിയൻ രാജകുമാരിയും ഒരു പേർഷ്യൻ ഭരണാധികാരിയും തമ്മിൽ ഒരു രാജകീയ വിവാഹം നടക്കുന്നു.
തിരഞ്ഞെടുക്കപ്പെട്ട അകമ്പടിക്കാർ, കപ്പലുകളുടെ ഒരു കൂട്ടം, നയതന്ത്രജ്ഞരുടെ ഒരു കൂട്ടം. മാർക്കോ പോളോ. യാത്ര ദീർഘമായിരിക്കും. കടൽ വഴി, കരയിലൂടെയല്ല. കൊടുങ്കാറ്റുകൾ, കടൽക്കൊള്ളക്കാർ, രോഗം, അത് വളരെ അപകടകരമാണ്. മാർക്കോയെ സാമ്രാജ്യത്തിൽ നിന്ന് ബഹുമാനത്തോടെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു നയതന്ത്ര നിയമനം. അദ്ദേഹം സമ്മതിക്കുന്നു. പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് സമയമായെന്ന് അവൻ അറിയാവുന്നത് കൊണ്ടാണ്. പോകുന്നതിനു മുമ്പ് മാർക്കോ കാൻ ബാലിക്കിൻ്റെ നഗരമതിലുകളിലൂടെ അവസാനമായി ഒരിക്കൽ കൂടി നടക്കുന്നു. തെരുവുകൾ എല്ലായ്പ്പോഴും പോലെ മുഴങ്ങുന്നു. വിളക്കുകൾ കാട്ടിലാടുന്നു. പന്നിക്കുട്ടികളുടെ ആകൃതിയിലുള്ള ആവിയിൽ വേവിച്ച ബണ്ണുകളെക്കുറിച്ച് ഒരു തെരുവ് കച്ചവടക്കാരൻ അലറുന്നു. എവിടെയോ ഒരു കുട്ടി ചിരിക്കുന്നു. മറ്റെവിടെയോ ഒരു കാവൽക്കാരൻ ഇരുട്ടിൽ ചുമയ്ക്കുന്നു. ജിൻഷുയി നദിക്ക് കുറുകെയുള്ള ഒരു പാലത്തിൽ അയാൾ നിന്നു. ഒരു നാണയമെറിയുന്നു. നല്ല വഴി കാണിക്കാൻ അയാൾ മൃദുവായി പറയുന്നു. ഇപ്പോൾ നരച്ച മുടിയുള്ള, കുതിരപ്പുറത്ത് കയറാൻ വേഗം കുറഞ്ഞ നിക്കോളോ അയാളുടെ പിറകിൽ കൈകൊട്ടുന്നു. ഇപ്പോഴും പ്രേതങ്ങളെ പേടിയുണ്ട് അല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ അവശേഷിക്കുന്നവ മാത്രം എന്ന് മാർക്കോ മറുപടി നൽകുന്നു. അവർ പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു ദാസൻ മാർക്കോയ്ക്കൊരു ചെറിയ പെട്ടി നൽകുന്നു. അതിനുള്ളിൽ മംഗോളിയൻ ലിപിയിൽ ആലേഖനം ചെയ്ത ഒരു ജെയ്ഡ് സീലുണ്ട്. അതിലെങ്ങനെ എഴുതിയിരിക്കുന്നു: ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവൻ ധാരാളം കാഴ്ചകൾ കാണുന്നു. മാർക്കോ അതിൻ്റെ മൂടി അടയ്ക്കുന്നു. അയാൾ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ ഇനി മുതൽ വീട് എന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും? മാർക്കോ പോളോയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കപ്പൽപ്പട വിജയാഹ്ലാദത്തോടെയല്ല പുറപ്പെടുന്നത്. തെക്കൻ തുറമുഖമായ സൈത്തൂണിൽ നിന്ന് പുലർച്ചെ നിശബ്ദമായി അവർ യാത്ര ആരംഭിക്കുന്നു. തുറമുഖത്തിന് മുകളിൽ മൂടൽമഞ്ഞ് മൂടുകയും കൈകളിൽ പ്രാർത്ഥനകൾ മന്ത്രിക്കുന്ന നാവികർ മന്ത്രിക്കുകയും ചെയ്യുന്നു. 17 കപ്പലുകൾ, 100 കണക്കിന് നാവികർ, ഒറ്റ രാജകുമാരി. അവളുടെ പേര് പ്രിൻസസ് കൊക്കാച്ചിൻ. അവൾക്ക് 16 വയസ്സ് മാത്രമാണ് പ്രായം. പട്ടുനൂൽ പാളികളിൽ പൊതിഞ്ഞ് ഉഗ്രരായ മംഗോളിയൻ യോദ്ധാക്കളുടെയും പരിചാരകരുടെയും കാവലിൽ അവൾ പേർഷ്യയിലേക്ക് പോകുന്നു. അവിടെ അവൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പുരുഷനെ വിവാഹം കഴിക്കും. മാർക്കോ അവളെ ബഹുമാനപൂർവ്വം ദൂരെ നിന്ന് നിരീക്ഷിക്കുന്നു. അവൾ കരയുന്നില്ല, പക്ഷേ അവൾ പുഞ്ചിരിക്കുന്നില്ല. അവൾക്ക് ഇതിനകം എന്നെക്കാൾ കൂടുതൽ അറിയാം എന്ന് അദ്ദേഹം പെരുപെറുക്കുന്നു. കടൽ യാത്ര വാഗ്ദാനത്തോടെയാണ് ആരംഭിക്കുന്നത്. കപ്പലുകൾ വലുതാണ്. ഏകദേശം 4 ഡെക്ക് ഉയരത്തിൽ ക്യാബിനുകൾ, സപ്ലൈ ഹോൾഡുകൾ, മൃഗങ്ങൾക്ക് നിൽക്കാൻ സൗകര്യമുള്ള ഇടങ്ങൾ എന്നിവയുണ്ട്. അവർ വിയറ്റ്നാം, മലേഷ്യ എന്നിവ കടന്ന് തെക്കൂട്ട് മലാക്ക കടലിടുക്കിലേക്ക് പോകുന്നു. അവിടെ വെള്ളം വിശക്കുന്ന വയറുപോലെ ഇളകുന്നു. കടൽക്കൊള്ളക്കാർ വെറും കഥകളല്ലെന്ന് വ്യക്തമാണ്. മാർക്കോ പോളോയുടെ സ്വന്തമായ രേഖകൾ പ്രകാരം ഈ യാത്രയ്ക്ക് 2 വർഷത്തിലധികം സമയമെടുത്തു. അതിനിടയിൽ 600 യാത്രക്കാരിൽ വെറും 18 പേർക്കാണ് ജീവൻ ശേഷിച്ചത്. രോഗം, കാറ്റ്, മഴ, സംഘർഷങ്ങളാണ് ഈ ദുരന്തത്തിന് കാരണമായത്. ആദ്യ കുറച്ചാഴ്ചകൾ സമാധാനപരമാണ്. മാർക്കോക്ക് കാറ്റിഷ്ടമാണ്. മീൻ നിറഞ്ഞ ഭക്ഷണങ്ങൾ ഇഷ്ടമാണ്. നാവികരുടെ വിചിത്രമായ ഗാനങ്ങൾ കേൾക്കുന്നതും ഇഷ്ടമാണ്. പക്ഷേ പിന്നീട് ചുഴലിക്കാറ്റെത്തുന്നു. സുമാത്ര തീരത്തിനടുത്തുള്ള ഒരു കൊടുങ്കാറ്റ് 3 കപ്പലുകളെ തകർത്തു. ശ്രീലങ്കയ്ക്കടുത്തുള്ള മറ്റൊന്ന് അവയുടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു. ഇന്നലെ മാത്രം നിരീശ്വരവാദികളായ മനുഷ്യരുടെ ഹള്ളിൻ്റെ ഞരക്കവും പ്രാർത്ഥനകളും കേട്ട് നനഞ്ഞും വിറച്ചും മാർക്കോ ഒരു മരക്കുറ്റിയിൽ കെട്ടിയിരിക്കുന്നു. മാർക്കോയുടെ കടൽ യാത്രയുടെ കൃത്യതയെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. ചിലർ അവകാശപ്പെടുന്നത് ഇതൊന്നിൽ കൂടുതൽ യാത്രകളിൽ നിന്ന് ഒരുമിച്ച് ചേർത്തതാണെന്ന്. വിശദാംശങ്ങൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വ്യക്തമാണെന്ന് മറ്റു ചിലർ അവകാശപ്പെടുന്നു. എന്തുതന്നെയായാലും കടൽ രാക്ഷസന്മാരെയും മനുഷ്യർക്ക് വാലുള്ള ദ്വീപുകളെയും ആനകളെ ഉയർത്താൻ കഴിയുന്ന പക്ഷികളെയും മാർക്കോ വിവരിക്കുന്നു. വ്യക്തമായും നാവികരുടെ കെട്ടുകഥകളുടെ ഒരു സ്പർശമായിരിക്കാം. ഇന്ത്യയിലെ ഒരു ചടങ്ങിനെക്കുറിച്ച് മാർക്കോ വിവരിക്കുന്നു. അവിടെ നാട്ടുകാർ അവരുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ കത്തുന്ന കനലിൽ നടക്കുന്നു. പൊള്ളലേറ്റ കാൽവിരലുകൾക്ക് പണം തിരികെ നൽകാറുണ്ടോ എന്ന് മാഫിയ ചോദിക്കുന്നു. പുരോഹിതൻ സന്തോഷിക്കാതെ
പകരം ജമന്തിപ്പൂക്കളുടെ മാല അദ്ദേഹത്തിന് നൽകുന്നു. ശ്രീലങ്കയിൽ യാത്രാസംഘം സാധനങ്ങൾക്കായി നിർത്തുന്നു. മനോഹരമായ മുത്തുകൾ, പുണ്യപർവ്വതങ്ങൾ, പാറക്കെട്ടുകളിൽ നേരിട്ട് കൊത്തിയെടുത്ത ക്ഷേത്രങ്ങൾ എന്നിവയിൽ മാർക്കോ അത്ഭുതപ്പെടുന്നു. അവിടുത്തെ ആളുകൾ ആദം ഭൂമിയിൽ ആദ്യമായി കാലുകുത്തിയ സ്ഥലം ആഡംസ് പീക്കാണെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആരോട് ചോദിക്കുന്നുവെന്നതിനെ ആശ്രയിച്ച് ബുദ്ധൻ ഒരു കാൽപ്പാട് വെച്ച സ്ഥലമായി നാട്ടുകാർ കണക്കാക്കുന്നു എന്ന് അദ്ദേഹം കുറിക്കുന്നു. എല്ലാവർക്കും വളരെ ഉറപ്പുണ്ട്. അദ്ദേഹം എഴുതുന്നു, ആർക്കും സത്യമെന്താണെന്ന് അറിവില്ലെങ്കിൽ പോലും അവർ പേർഷ്യൻ ഉൾക്കടലിലേക്കുള്ള യാത്ര തുടരുന്നു. അവർ ഹോർമൂസിൽ എത്തുമ്പോഴേക്കും ഒരു അസ്ഥികൂട സംഘം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കൊക്കാച്ചിൻ രാജകുമാരി ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ വിളറിയിരിക്കുന്നു. അവളുടെ പരിചാരകരിൽ പലരും പോയി. നിരവധി കപ്പലുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി. കൊടുങ്കാറ്റുകൾ വിഴുങ്ങി, അല്ലെങ്കിൽ അതിലും മോശമായി. അതിജീവിച്ചവർ പരസ്പരം കണ്ണുകളോടെ നോക്കുകയാണ്. മാലദ്വീപിന് സമീപം സംഭവിച്ചതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട എന്ന് അവരുടെ കണ്ണുകൾ പറയുന്നു. പക്ഷേ അവരെത്തിച്ചേർന്നു. അവർ രക്ഷപ്പെട്ടു. ഹോർമൂസ് ചൂടുള്ളതും തിളക്കമുള്ളതും വ്യാപാരികൾ, രത്നങ്ങൾ, മണൽക്കാറ്റുകൾ എന്നിവയാൽ നിറഞ്ഞതാണ്. പേർഷ്യക്കാർ മംഗോളിയൻ രാജകുമാരിയെ മാന്യമായ വിസ്മയത്തോടെ വളരെ വലിയ ഒട്ടകത്തെയും സ്വാഗതം ചെയ്യുന്നു. വിവാഹം ക്രമത്തിൽ നടന്നുവെന്നുറപ്പാക്കാൻ മാർക്കോ ഇടപെടുന്നു. രേഖകൾ ഒപ്പുവയ്ക്കുന്നതും ട്രങ്കുകൾ എണ്ണുന്നതും രാജകുമാരി ഓടിപ്പോകാതെ കാണുന്നതും ഒക്കെയും അദ്ദേഹം നോക്കുന്നു. അവൾ ഓടുന്നില്ല. നയതന്ത്ര ദൗത്യം പൂർത്തിയാക്കിയ ശേഷം മാർക്കോയ്ക്ക് മാണിക്യങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, മഹാനായ ഖാനു വേണ്ടിയുള്ള അഭിനന്ദന കത്തും എന്നിവയാണ് സമ്മാനമായി ലഭിക്കുന്നത്. ഒരു ഔപചാരികത. കുബ്ലായി ഇപ്പോൾ മരിച്ചുപോയി. അവർ ആ വാർത്ത മന്ത്രിച്ചു. അവർ കപ്പൽ യാത്രയിലായിരിക്കെ ഖാൻ മരിച്ചു, ബെക്കുവച്ച മാസങ്ങൾ മുൻപ്. ഔദ്യോഗിക മെസ്സേജില്ല, ശവസംസ്കാര ഘോഷയാത്രയില്ല, വെറും നിശബ്ദത. മാർക്കോയ്ക്ക് സ്വർണ്ണ പാസ്പോർട്ടും പേരും ജീവിതവും നൽകിയ ആൾ പോയി. ഇത് കേട്ടതിനു ശേഷം മാർക്കോ വളരെ നേരം കടലിലേക്ക് ഉറ്റുനോക്കുന്നു. അയാൾക്ക് തിരികെ പോകാം, പേർഷ്യയിൽ തന്നെ തുടരാം, മരുഭൂമിയിലേക്ക് അപ്രത്യക്ഷമാവുകയും ഒരു ഇതിഹാസമായി മാറുകയും ചെയ്യാം. പക്ഷേ അവനിൽ എന്തോ ഒന്നുണർത്തുന്നു. യാത്ര അവസാനിക്കണം. പൂർണ്ണവൃത്തം. വെനീസിലേക്ക് മടങ്ങുക. അവനും അവന്റെ അച്ഛനും അമ്മാവനും ബാഗ്ദാദ്, ട്രെബിസോണ്ട്, അനറ്റോലിയ എന്നിവിടങ്ങളിലൂടെ കരമാർഗം അവസാന കാൽനടയായി യാത്രയാരംഭിക്കുന്നു. ഭൂപ്രദേശം വരണ്ടതും കൈപ്പേറിയതുമാണ്. ഭാഷകൾ വീണ്ടും പുതിയതും വിചിത്രവുമാണ്. മാർക്കോയുടെ താടി നീളമുള്ളതാണ്. അവന്റെ നടത്തം മന്ദഗതിയിലാണ്. കോൺസ്റ്റാന്റിനോപ്പിളിൽ അവൻ ഒരു പട്ടുഭൂപടത്തിനും കോട്ടിനും പകരം വയ്ക്കുന്നു. ഏഥൻസിൽ അവൻ ഒലിവ കഴിക്കുകയും അവയെ ചൈനീസ് ഡംപ്ലിങ്ങുകളുമായി താരതമ്യം ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. അവ വെറും വ്യത്യസ്തമാണ്, അദ്ദേഹം പറയുന്നു. അവർ ഒടുവിൽ വെനീസിലെത്തുമ്പോൾ വർഷം 1295 മാർക്കോയ്ക്ക് 40കളുടെ തുടക്കത്തിലാണ്. ആരും അവനെ തിരിച്ചറിയുന്നില്ല. അവൻ തന്റെ യൗവനത്തിന്റെ കനാലുകളിലൂടെ നടക്കുന്നു. ഇപ്പോൾ മംഗോളിയൻ കവചവും ചോപ്സ്റ്റിക്കുകൾ പിടിച്ചതിന്റെ കാലുകളും ധരിച്ച്. അവന്റെ വീട് വിറ്റു. അവന്റെ പേര് മറന്നുപോയി. പോളോ കുടുംബം മരിച്ചതായി കരുതപ്പെടുന്നു. അവനെ കാണുമ്പോൾ ബോധം കെടാൻ പോകുന്ന ഒരു കസിനിന്റെ വാതിലിൽ അവൻ മുട്ടുന്നു. അവൻ കണ്ടത് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ കല്ലുകൊണ്ട് നിർമ്മിച്ച നഗരങ്ങൾ, പാടുന്ന പാലങ്ങൾ, സ്വർണ്ണക്കൂടാരങ്ങളിൽ നിന്ന് സാമ്രാജ്യങ്ങൾ നടത്തുന്ന ചക്രവർത്തിമാർ, ആളുകൾ ചിരിക്കുന്നു. അവൻ ഭ്രാന്തനാണെന്ന് അവർ കരുതുന്നു. ഒരത്താഴം ഒരുക്കിയിരിക്കുന്നു. പ്രഭുക്കന്മാർ എല്ലാം വരുന്നു. മാർക്കോ തന്റെ കഥ പറയുന്നു. ചിലർ മാന്യമായി വീഞ്ഞു കുടിക്കുകയും ആഹാ എത്ര ആകർഷകമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. മറ്റു ചിലർ കണ്ണുകൾ ഉരുട്ടുന്നു. ഡ്രാഗനുകളോ? ശരിക്കും, ആരോ പറയുന്നു. മാർക്കോ തോളുകുലുക്കുന്നു. എല്ലാം സത്യമാണ്, പക്ഷേ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഒടുവിൽ വെനീസും ജനോവയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ സഹതടവുകാരനായ എഴുത്തുകാരൻ റസ്റ്റിച്ചെല്ലോയോടൊപ്പം അദ്ദേഹം ഇഴിക്കുന്നു. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ മാർക്കോ എല്ലാം പറയുന്നു. മരുഭൂമികൾ, കൊട്ടാരങ്ങൾ, തിരുവെഴുത്തുദ്ധരിച്ച പക്ഷി. റസ്റ്റിച്ചെല്ലോ അതെല്ലാം മനോഹരമായ അലങ്കാരിക ഗദ്യത്തിൽ എഴുതുന്നു. ഫലം ഒരു പുസ്തകം. മാർക്കോ പോളോയുടെ യാത്രകൾ. ചിലരിതിനെ ആദ്യത്തെ മികച്ച യാത്രാവിവരണം എന്ന് വിളിക്കുന്നു. മറ്റു ചിലർ ഇതിനെ ഫാന്റസി എന്ന് വിളിക്കുന്നു.
സത്യം എപ്പോഴും പോലെ അതിനിടയിൽ എവിടെയോ കിടക്കുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മാർക്കോ പോളോ തിരിച്ചെത്തി. മാർക്കോ പോളോ വെനീസിൽ തിരിച്ചെത്തി. മാർക്കറ്റുകളുടെ ഇടുങ്ങിയ കനാലുകളും ശബ്ദകോലാഹലങ്ങളും ഇപ്പോൾ ചെറുതായി തോന്നുന്നു. ഗുണ്ടോളിയർമാരുടെ പാട്ടുകൾ മംഗോളിയൻ സ്റ്റെപ്പുകളുടെ തൊണ്ടയിലെ മന്ത്രങ്ങളെക്കാൾ വിചിത്രമാണ്. ഒരു കാലത്ത് ആശ്വാസം നൽകിയിരുന്ന മത്സ്യത്തിൻ്റെയും ഉപ്പുരസത്തിൻ്റെയും ഗന്ധം ഇപ്പോൾ മുളകൊട്ടകളിൽ ആവിയിൽ വേവിച്ച മുല്ലപ്പൂ, ധൂപവർഗം, പുതിയ ഡംപ്ലിങ്സ് എന്നിവയ്ക്കായി അവനെ കൊതിപ്പിക്കുന്നു. മടങ്ങിയെത്തിയ ആദ്യ മാസങ്ങളിൽ മാർക്കോ സാധാരണ ജീവിതം പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ പൊടി നിറഞ്ഞതും ദൂരെയുള്ള ബന്ധുക്കളാൽ വസിക്കുന്നതുമായ പോളോ കുടുംബവീട് അദ്ദേഹം തിരിച്ചുപിടിക്കുന്നു. അവർ തൻ്റെ മംഗോളിയൻ വസ്ത്രങ്ങൾ മിന്നിമറയുകയും ഇപ്പോഴും ആ വിചിത്രമായ ചൈനീസ് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്ന് അസ്വസ്ഥതയോടെ ചോദിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം വീണ്ടും യൂറോപ്യൻ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഓർമ്മിക്കുന്നതിനേക്കാൾ കടുപ്പമുള്ളതും വൃത്തികെട്ടതുമായ വസ്ത്രം ധരിക്കുന്നു. പുരികങ്ങൾ ഉയർത്തിയും മടിച്ചും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുന്ന പഴയ സുഹൃത്തുക്കളെ സന്ദർശിക്കുന്നു. 17 വർഷം ശരിക്കും മംഗോളിയരോടൊപ്പം? അവർ ചോദിക്കുന്നു. മാർക്കോ പുഞ്ചിരിക്കുന്നു. ഞാൻ ലോക ചക്രവർത്തിയുടെ അതിഥിയായിരുന്നു. അവർ മറുപടിയായി പുഞ്ചിരിക്കുന്നു. ചിലരത് വിശ്വസിക്കുന്നില്ല. പക്ഷെ മാർക്കോ വാദിക്കുന്നില്ല. കയ്യടി ആവശ്യമുള്ള അവസ്ഥ അദ്ദേഹത്തിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ പ്രധാനം കഥയാണ്. അങ്ങനെ വെനീസും എതിരാളിയായ ജനോവയും തമ്മിലുള്ള ഒരു നിർഭാഗ്യകരവുമായ നാവിക ഏറ്റുമുട്ടലിൽ മാർക്കോ പിടിക്കപ്പെടുന്നു. അതെ, വീണ്ടും ഒരു ജനോയിസ് ജയിലിലേക്ക് എറിയപ്പെടുന്നു. അവിടെ മോശം വീഞ്ഞും മോശം ഭക്ഷണവും നിറഞ്ഞ ഒരു ഇരുണ്ട നനഞ്ഞ സെല്ലിൽ അദ്ദേഹം റെസ്റ്റിച്ചെല്ലോ ഡ പീസയെ കണ്ടുമുട്ടുന്നു. ഒരു സഹതടവുകാരനും പ്രണയ എഴുത്തുകാരനുമായ അദ്ദേഹം ഒരിക്കൽ ആർത്തർ രാജാവിൻ്റെയും സംശയാസ്പദമായ ഫാഷൻ തിരഞ്ഞെടുപ്പുകളുള്ള നൈറ്റ്സിൻ്റെയും കഥകൾ എഴുതിയിരുന്നു. മാർക്കോ സംസാരിക്കുന്നു. റെസ്റ്റിച്ചെല്ലോ എഴുതുന്നു. പതുക്കെ ഓരോന്നായി ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ പിറവിയെടുക്കുന്നു. പുസ്തകത്തിൻ്റെ എത്ര ഭാഗം മാർക്കോയുടേതാണെന്നും റെസ്റ്റിച്ചെല്ലയുടെ അലങ്കാരം എത്രയാണെന്നും ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. മാർക്കോ ശരിക്കും യൂണിക്കോണുകളെ കണ്ടോ? ഒരുപക്ഷേ കാണ്ടാമൃഗങ്ങൾ. നായതലയുള്ള മനുഷ്യരെന്ന് പറഞ്ഞത് പച്ചകുത്തിയ ഒരു ഗോത്രത്തിന്റെ തെറ്റായ വിവർത്തനമായിരുന്നോ? ഒരുപക്ഷേ കുബ്ലായ് ഖാന് വെള്ളി ടൈലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഹാൾ മുഴുവൻ തറയുണ്ടായിരുന്നോ? ഒരുപക്ഷേ ഇല്ലായിരിക്കാം. അനിഷേധ്യമായ കാര്യം അതിൻ്റെ സ്വാധീനമാണ്. യൂറോപ്പിലുടനീളം വ്യാപിക്കുന്ന ഈ പുസ്തകം കൈകൊണ്ട് പകർത്തി വ്യാപാരികൾക്കും സന്യാസിമാർക്കും രാജാക്കന്മാർക്കും ഇടയിൽ കൈമാറുന്നു. ഏഷ്യയെക്കുറിച്ച് ജിജ്ഞാസയുള്ളവർക്കും ഭൂമിശാസ്ത്രം, രാഷ്ട്രീയം, കൗതുകകരമായ നിസ്സാര കാര്യങ്ങൾ എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു മാനുവലായി ഇത് മാറുന്നു. ഭാഗികമായി പര്യവേക്ഷകനും ഭാഗികമായി നരവംശാസ്ത്രജ്ഞനും ഭാഗികമായി വിശാലമായ കണ്ണുകളുള്ള വിനോദസഞ്ചാരിയുമായ ഒരു ശബ്ദത്തിൽ. ഒരു മുഖ്യധാര വസ്തുത എന്തെന്നാൽ ക്രിസ്റ്റഫർ കൊളംബസ് പോലും തൻ്റെ യാത്രകളിൽ പോളോയുടെ യാത്രകളുടെ ഒരു പകർപ്പ് കൈവശം വച്ചിരുന്നു. മാർക്കോ വിവരിച്ച സമ്പത്തും അത്ഭുതങ്ങളും അന്വേഷിച്ച് പടിഞ്ഞാറോട്ട് പോയിരുന്നു എന്നും പറയപ്പെടുന്നു. എന്നാൽ വെനീസിൽ പോളോയുടെ പ്രശസ്തി സമ്മിശ്രമാണ്. ചിലർ പുസ്തകത്തെ ഫാന്റസിയായി തള്ളിക്കളയുന്നു. മറ്റുള്ളവർ പൂർണ്ണമായും അതിൽ വിശ്വസിക്കുന്നു. അവസാന വർഷങ്ങളിൽ താൻ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ മാർക്കോ തന്നെ മറുപടി നൽകിയതായി കിംവദന്തിയുണ്ട്. ഞാൻ കണ്ടതിൻ്റെ പകുതി പോലും ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റൊരു വിചിത്രമായ കാര്യമെന്തെന്നാൽ ഏഷ്യൻ ട്രിങ്കറ്റുകൾ പ്രദർശിപ്പിക്കുന്ന അത്താഴ വിരുന്നുകൾ മാർക്കോ സംഘടിപ്പിക്കാൻ തുടങ്ങുന്നു. ജേഡ് കൊത്തുപണികൾ, പേർഷ്യൻ ടൈലുകൾ, യുവാൻ രാജവംശത്തിലെ നാണയങ്ങൾ, ഒരിക്കൽ മഹാനായ ഖാൻ മുദ്രയിട്ട കത്ത് വഹിച്ച ഒരു തേഞ്ഞ പട്ടുസഞ്ചി പോലും. അതിഥികൾ മതിപ്പുളവാക്കുന്നു. മാർക്കോ വിവാഹം കഴിച്ചു, 3 പെൺമക്കൾ ജനിച്ചു, വീണ്ടും ഒരു വ്യാപാരിയായി ശാന്തമായ ഒരു ജീവിതം നയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് വളരുന്നു. പക്ഷേ അദ്ദേഹം വളരെ അപൂർവമായി മാത്രമേ കപ്പലിൽ സഞ്ചരിക്കാറുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രകൾ മാനസികമാണ്, കടലാസു ഭൂപടങ്ങളിലും ഓർമ്മകളിലും. സുമാത്രയിലെ ഒരു പഴയ പരിക്കിൽ നിന്ന് അദ്ദേഹം നേരിയ മുടന്തനായി നടക്കുന്നു. വീഞ്ഞിനു പകരം ചായ കുടിക്കുന്നു. ഇടയ്ക്കിടെ അദ്ദേഹം തൻ്റെ ദാസന്മാരെ ചെറുതായി വണങ്ങുന്ന ഒരു പഴയ മംഗോളിയൻ ശീലം അദ്ദേഹം കാണിക്കുന്നു. അദ്ദേഹം ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു പഴയ മംഗോളിയൻ ശീലം.
ചക്രവർത്തികളെയും ഡ്രാഗണുകളെയും കാറ്റിൽ പാടുന്ന പാലങ്ങളെയും കുറിച്ചുള്ള ഉറക്കസമയ കഥകൾ കേട്ടാണ് അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ വളരുന്നത്. ഇതവർക്ക് ഉറക്കസമയ പുരാണമാണ്. മാർക്കോയ്ക്ക് ഇത് ആത്മകഥയാണ്. ഒരു വൈകുന്നേരം അദ്ദേഹം വെനീഷ്യൻ ഡോക്കുകളിലൂടെ നടക്കാൻ പോകുന്നു. അലക്സാണ്ട്രിയയിൽ നിന്നുള്ള കപ്പൽ ഇപ്പോൾ വന്നിരിക്കുന്നു. സുഗന്ധദ്രവ്യങ്ങളുടെയും കടൽ സാൾട്ടിൻ്റെയും ഗന്ധം ഒരു ഓർമ്മയായി അദ്ദേഹത്തെ സ്പർശിക്കുന്നു. ഒരു കൊച്ചുകുട്ടി അദ്ദേഹത്തോട് താൻ ഒരു ക്യാപ്റ്റനാണോ എന്ന് ചോദിക്കുന്നു. മാർക്കോ വെള്ളത്തിലേക്ക് നോക്കുന്നു. താൻ കടന്നുപോയ എല്ലാ നദികളെയും സമുദ്രങ്ങളെയും പർവ്വതനിരകളെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ട്. അല്ല, വെറും ഒരു സഞ്ചാരി. അദ്ദേഹം സൗമ്യമായി പറയുന്നു. ഇപ്പോൾ വെനീസ് മാറുകയാണ്. സാമ്രാജ്യങ്ങൾ ഉയർന്നു വരികയും തകരുകയും ചെയ്യുന്നു. ചൈനയിലെ മംഗോളിയൻ ഭരണം തകരാൻ തുടങ്ങുന്നു. ഒടുവിൽ മിങ് രാജവംശം അധികാരമേൽക്കുന്നു. മംഗോളിയക്കാർ നിർമ്മിച്ചതിൽ ഭൂരിഭാഗവും മായ്ച്ചു കളയുന്ന ഒരു ഭരണകൂടം. ഒരുപക്ഷേ അവരുടെ ചക്രവർത്തിയെ സേവിച്ചിരുന്ന ഒരു വെനീഷ്യക്കാരൻ്റെ ഓർമ്മകൾ ഉൾപ്പെടെ. 1324 മാർക്കോ മരിക്കുന്നു, 60കളുടെ അവസാനത്തിൽ. കുടുംബവും കുറച്ച് കൗതുകകരമായ സന്യാസിമാരും ചേർന്ന് മരണക്കിടക്കയിൽ അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ച് വീണ്ടും ചോദിക്കുന്നു. ഒരു സന്യാസി ചാരി നിന്ന് മന്ത്രിക്കുന്നു. പക്ഷേ ശരിക്കും അവയെല്ലാം സത്യമായിരുന്നോ? സംസാരിക്കാൻ പോലും കഴിയാത്ത മാർക്കോ ഒരു പുഞ്ചിരിയോടെ പറയുന്നു. ഞാൻ കണ്ടതിൻ്റെ പകുതി പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതേ വരി, അതേ നിശബ്ദമായ ധികാരം, അതേ നിഗൂഢത അദ്ദേഹത്തിൻ്റെ പേപ്പറുകൾക്കിടയിൽ കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ വസ്തുക്കളുടെ ഒരു നീണ്ട പട്ടികപ്പെടുത്തുന്നു. പട്ടുവസ്ത്രങ്ങൾ, പേർഷ്യൻ പരവനികൾ, ചൈനീസ് പോർസലെയിൻ, സ്വർണ്ണനൂൽ, സുഗന്ധദ്രവ്യങ്ങൾ, ഭൂപടങ്ങൾ, മംഗോളിയൻ ലിപിയിലുള്ള ഒരു കൗതുകകരമായ ജെയ്ഡ് മുദ്ര. ലിഖിതം: ദൂരേക്ക് സഞ്ചരിക്കുന്നയാൾ ധാരാളം കാഴ്ചകൾ കാണുന്നു. അങ്ങനെ മാർക്കോ പോളോയുടെ കഥ അവസാനിക്കുന്നു. ഒരു വിജേതാവെന്ന നിലയിലോ ഒരു വിശുദ്ധനെന്ന നിലയിലോ അല്ല, മറിച്ച് അപൂർവമായൊന്നായി, ഒരു സാക്ഷിയായി. ലോകങ്ങൾക്കിടയിലുള്ള ഒരു പാലം. ആരും സാധ്യമാകുമെന്ന് കരുതുന്നതിലും കൂടുതൽ ദൂരം പോയി കഥ പറയാൻ മടങ്ങിയെത്തിയ ഒരു മനുഷ്യൻ. നിങ്ങൾ എല്ലാ വാക്കുകളും വിശ്വസിക്കുന്നുണ്ടോ? മാർക്കോ പോളോയുടെ മരണത്തിന് വളരെ കാലത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കഥ മങ്ങുന്നില്ല. ആശ്രമങ്ങളിൽ പണ്ഡിതന്മാർ മെഴുകുതിരി വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ രചന പകർത്തുന്നു. കോട്ടകളിൽ പ്രഭുക്കന്മാർ വീഞ്ഞു നിറച്ച പാത്രങ്ങൾക്കിടയിൽ ആ പുസ്തകം കൈമാറുന്നു. പിന്നിൽ ആശ്ചര്യവും സംശയവും നിറഞ്ഞ ചർച്ച. 10,000 പാലങ്ങളുള്ള നഗരങ്ങളുണ്ടെന്ന് ഈ മനുഷ്യൻ പറയുന്നു. ഒരാൾ മൂളുന്നു. കപ്പലുകളുടെ വലിപ്പമുള്ള പക്ഷികളും. മറ്റൊരാൾ ചിരിക്കുന്നു. അതേ, മറ്റൊരാൾ ചേർക്കുന്നു, പണമായി ഉപയോഗിക്കുന്ന കടലാസും. പക്ഷേ ഓരോ സംശയിക്കുന്നവർക്കുമൊപ്പം അത്ഭുതത്തോടെ കണ്ണുകൾ തുറക്കുന്ന മറ്റൊരാളുണ്ടാകും. മാർക്കോയുടെ പുസ്തകം ഒരു തീപ്പൊരിയായി മാറുന്നു. ഇതാ ഡ്രാഗണുകൾ എന്ന് പറയുന്ന ഭൂപടങ്ങളിൽ മടുത്ത ചിന്തകരുടെയും വ്യാപാരികളുടെയും പരിവേക്ഷകരുടെയും മനസ്സിൽ ഒരു മൃദുലമായ മിന്നൽ. ചൈനയുടെ സമ്പത്ത്, ഇന്ത്യയുടെ സുഗന്ധദ്രവ്യങ്ങളും മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ ശക്തിയുമെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ അസാധാരണമായ എന്തോ ചെയ്യുന്നു. അവ കിഴക്കിനെ യാഥാർത്ഥ്യമാക്കുന്നു. സ്പർശിക്കാവുന്നത്, നേടിയെടുക്കാവുന്നത്. കാലക്രമേണ ദി ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ മധ്യകാല ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പുസ്തകങ്ങളിൽ ഒന്നായി മാറുന്നു. ഒന്നിലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും നൂറ്റാണ്ടുകളായി വ്യാപാര പര്യവേക്ഷണങ്ങൾക്കും നയതന്ത്ര ദൗത്യങ്ങൾക്കും ഭൂഗർഭശാസ്ത്ര ഊഹാപോഹങ്ങൾക്കും പ്രചോദനം നൽകുകയും ചെയ്യുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ കൊളംബസ് മാർക്കോയുടെ പുസ്തകം കടലിലേക്ക് കൊണ്ടുപോകുന്നു. കാർട്ടോഗ്രാഫറായ മെർക്കേറ്റർ അതിൻ്റെ നോട്ടുകൾ ഉപയോഗിച്ച് കാണാത്ത തീരപ്രദേശങ്ങൾ വരയ്ക്കുന്നു. ദൂരെയുള്ള ഓക്സ്ഫോർഡിൽ പോലും ക്വിൻസായി പോലുള്ള നഗരങ്ങളെക്കുറിച്ചും സ്റ്റിക്കുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളെക്കുറിച്ചും വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ഇതിനിയൊരു പുസ്തകം മാത്രമല്ല, ഇത് ഭാവനയ്ക്കുള്ളൊരു പാസ്പോർട്ടാണ്. എന്നിട്ടും ചർച്ച ഒരിക്കലും അവസാനിക്കുന്നില്ല. മാർക്കോയുടെ വിവരണത്തിൻ്റെ എത്രത്തോളം നേരിട്ടുള്ളതാണെന്നതിൽ ചരിത്രകാരന്മാർ ഇപ്പോഴും വിയോജിക്കുന്നു. റെസ്റ്റ്ചെല്ലോയുടെ സാഹിത്യ അഭിവൃദ്ധി വസ്തുതയെ നാടോടി കഥയാക്കി മാറ്റിയെന്ന് ചിലർ വാദിക്കുന്നു. നിരീക്ഷണത്തിനും വാമൊഴി പാരമ്പര്യത്തിനുമിടയിൽ കർക്കശമായ രേഖകൾ വരയ്ക്കാതെ മാർക്കോ താൻ കണ്ടതും പിന്നീട്
അദ്ദേഹത്തിനോട് പറഞ്ഞതുമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. അപ്പോൾ അതായിരുന്നു കാര്യം. നിങ്ങൾ നോക്കൂ, മാർക്കോ ഒരു പാഠപുസ്തകം എഴുതാൻ ശ്രമിച്ചിരുന്നില്ല. അടിക്കുറിപ്പുകളെക്കുറിച്ച് അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നില്ല. അദ്ദേഹം കണ്ടതിൻ്റെ വ്യാപ്തി, അതായത് ഗാംഭീര്യം, അസംബന്ധത, നിഗൂഢത എന്നിവ പകർത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ കഥ പൂർണ്ണ കൃത്യതയെക്കുറിച്ചായിരുന്നില്ല. അത് പശ്ചാത്യ മനസ്സിനെ വിശാലമായൊരു ലോകത്തേക്ക് തുറക്കുന്നതിനെക്കുറിച്ചായിരുന്നു. 15-ാം നൂറ്റാണ്ടോടെ മുഴുവൻ പര്യവേഷണങ്ങളും മാർക്കോ പോളോയുടെ ഗാഥയെ തേടി യാത്ര തിരിച്ചു. കുബ്ലായ് ഖാന്റെ കൊട്ടാരം ഇപ്പോഴും കേടുകൂടാതെ ഇരിക്കുമെന്നും ജലധാരകൾ ഇപ്പോഴും ഒഴുകുന്നുണ്ടെന്നും യൂറോപ്യൻ സൂര്യന് കീഴിൽ വീണ്ടും പ്രകാശിക്കാൻ കാത്തിരിക്കുന്ന സ്വർണ്ണ ടൈലുകൾ കണ്ടെത്തുമെന്നും ചില പര്യവേക്ഷകർ വിശ്വസിച്ചു. അവർ അങ്ങനെ ചെയ്തില്ല. അപ്പോഴേക്കും ലോകം മുന്നോട്ട് നീങ്ങിയിരുന്നു. യുവാൻ രാജവംശം വീണു. ചൈന അകത്തേക്ക് തിരിഞ്ഞു. സിൽക്ക് റോഡുകൾ പ്രേതപാതകളായി. മാർക്കോയ്ക്കറിയാമായിരുന്ന മംഗോളിയൻ ലോകം, കുതിരകൾ, കടലാസ്, പൂർണ്ണമായ ഇച്ഛാശക്തി എന്നിവയാൽ ഒരുമിച്ച് നിർത്തപ്പെട്ട ഒരു സാമ്രാജ്യം കാറ്റിലെ പൊടി പോലെ അപ്രത്യക്ഷമായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ കഥ തുടർന്നു. വെനീസിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ പോളോ എന്ന പേര് നിലനിർത്തി. പേർഷ്യയിൽ ചില തദ്ദേശീയരേക്കാൾ നന്നായി മംഗോളിയൻ സംസാരിച്ചിരുന്ന വിളറിയ ദൂതന്റെ കഥകൾ വൃദ്ധർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. ചൈനയിൽ അദ്ദേഹത്തിൻ്റെ പേര് മങ്ങിയതിനു ശേഷവും അദ്ദേഹം സഞ്ചരിച്ച വഴികൾ ഓർമ്മയിൽ തങ്ങിനിന്നു. മാർക്കോയുടെ യഥാർത്ഥ പൈതൃകം ഭൂപടങ്ങളിലോ വ്യാപാരപാതകളിലോ ആയിരുന്നില്ല. അത് ജിജ്ഞാസയിലായിരുന്നു. പർവ്വതങ്ങൾക്കപ്പുറം എന്താണെന്നറിയാനുള്ള ലളിതവും വേദനാജനകവുമായ ആഗ്രഹത്തിലായിരുന്നു. അവസാനമില്ലാത്ത ഒരു വഴിയിലൂടെ നടക്കാൻ, വീട്ടിൽ ആരും യഥാർത്ഥമാണെന്ന് വിശ്വസിക്കാത്ത ഒരു പഴം ആസ്വദിക്കാൻ, ഷീനദിക്ക് മുകളിലൂടെ വെടിക്കെട്ട് കാണാനും ഇത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് മന്ത്രിക്കാനും ആഗ്രഹിച്ചു. ലോകം വലുതും തിളക്കമുള്ളതും അപരിചിതവുമാണെന്നും ആരും സങ്കൽപ്പിച്ചതിലും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പാശ്ചാത്യരെ പഠിപ്പിച്ചു. സംസ്കാരങ്ങൾ ഒരുമിച്ച് നിലനിൽക്കുമെന്ന് പഠിപ്പിച്ചു. ചക്രവർത്തിമാർക്ക് യാർട്ടുകളിൽ സവാരി ചെയ്യാനും പട്ടുനൂലുകൊണ്ട് ഭരിക്കാനും കഴിയുമെന്നും, ഡ്രാഗണുകൾ യഥാർത്ഥമായിരിക്കാം, അല്ലെങ്കിൽ കുറഞ്ഞത് ആരെങ്കിലും അവയിൽ വിശ്വസിച്ചിരുന്നുവെന്നും ആ വിശ്വാസം പ്രധാനമായിരുന്നു എന്നും പറയുന്നു. അവസാന വർഷങ്ങളിൽ മാർക്കോ അപൂർവമായി മാത്രമേ സഞ്ചരിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശരീരം വെനീസിൽ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സോ എപ്പോഴും ചലിച്ചുകൊണ്ടിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആളുകൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് വാദിക്കുന്നുവെന്നറിയുമ്പോൾ അദ്ദേഹം രസിച്ചേക്കാം. സ്കൂൾ പുസ്തകങ്ങളിൽ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ പേര് വായിക്കുന്നു. അദ്ദേഹം ഒരിക്കൽ കാൽനടയായി കടന്നുപോയ മരുഭൂമികൾക്ക് മുകളിലൂടെ ഉപഗ്രഹങ്ങൾ പറക്കുന്നു. കമ്പിളി വ്യാപാരിയുടെ മകനായ അദ്ദേഹം ഒരു മിത്ത് പോലുള്ള മനുഷ്യനായി മാറുന്നു. ചിലപ്പോൾ കാലക്രമേണ നിങ്ങൾക്ക് അദ്ദേഹത്തോട് മന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അതേ കൗശലമുള്ള പുഞ്ചിരിയോടെ അദ്ദേഹം ചാരി നിന്നിങ്ങനെ പറയുമായിരുന്നു, ഞാൻ അതിൻ്റെ പകുതി പോലും പറഞ്ഞില്ല. കാരണം ചില കാര്യങ്ങൾ എല്ലാത്തിനുമുപരി സ്വപ്നങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. പ്രിയപ്പെട്ട ശ്രോതാവേ, അനന്തമായ പടികൾ, മിന്നുന്ന നദികൾ, ഇടിമുഴക്കം പോലുള്ള കൊട്ടാര ഹാളുകൾ, മാർക്കോ പോളോയുടെ ലോകത്തിലെ മന്ത്രിക്കുന്ന കപ്പലുകൾ എന്നിവയിൽ നിന്ന് നമ്മൾ സൗമ്യമായി മടങ്ങുന്നു. മംഗോളിയൻ ക്യാമ്പിനു മുകളിൽ വീഴുന്ന മഞ്ഞുപോലെയോ, സന്ധ്യ മയങ്ങുമ്പോൾ ഒരു വെനീഷ്യൻ കടവിൻ്റെ ക്രീക്ക് പോലെയോ മൃദുവായും സാവധാനത്തിലും നിങ്ങളുടെ മനസ്സ് ശാന്തമാകട്ടെ. ഇന്ന് രാത്രി നമ്മൾ മരുഭൂമികളും രാജ്യങ്ങളും കടന്ന് 10,000 പാലങ്ങളുള്ള നഗരങ്ങളിലൂടെ അലഞ്ഞു നടന്നു. സ്വർണം പൂശിയ അരിയിൽ ചക്രവർത്തിമാർ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. നിങ്ങൾ വെനീസിലായാലും ചൈനയിലായാലും ഒരേപോലെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്ക് കീഴിൽ നിന്നു. മാർക്കോയുടെ യാത്ര എല്ലാ വിശദാംശങ്ങളും സത്യമായിരുന്നാലും, അത്ഭുതത്തിൻ്റെ തൂവൽ കൊണ്ട് വരച്ചതായിരുന്നാലും, സൗമ്യവും ആഴമേറിയതുമായ ഒന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോകം നമ്മുടെ ഭയത്തേക്കാൾ വിശാലമാണെന്നും നമ്മുടെ സംശയങ്ങളെക്കാൾ ആഴമേറിയതാണെന്നും എപ്പോഴും പരിവേക്ഷണം ചെയ്യാൻ കാത്തിരിക്കുകയാണെന്നും. സമുദ്രങ്ങൾക്കോ അതിർത്തികൾക്കോ അപ്പുറം മാത്രമല്ല, കഥകളിലും ഓർമ്മകളിലും
നിശബ്ദ അത്ഭുതത്തിലും. അതിനാൽ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, പതുക്കെ ശ്വസിക്കുക, അതിലും പതുക്കെ ശ്വസിക്കുക. ഷാങ്ഡൂവിലെ ആ സിൽക്ക് പൊതിഞ്ഞ അറയിൽ നിങ്ങൾ തിരിച്ചെത്തിയതായി സങ്കൽപ്പിക്കുക. ധൂപവർഗം വായുവിലൂടെ ചുരുളുന്നു. പൂന്തോട്ടം മതിലുകൾക്കപ്പുറം പ്രതിധ്വനിക്കുന്ന ഓടക്കുഴലുകളുടെ വിദൂര ശബ്ദം. അല്ലെങ്കിൽ പക്ഷേ നിങ്ങൾ കടലിലായിരിക്കാം. നക്ഷത്രങ്ങൾ തലയ്ക്ക് മുകളിലൂടെ വെള്ളമൊരു തൊട്ടിലിൽ പോലെ കപ്പലിനെ ആടിയുലയ്ക്കുന്നു. നിങ്ങളിപ്പോൾ സുരക്ഷിതനാണ്. യാത്ര കഴിഞ്ഞു. ഭൂപടങ്ങൾ മടക്കിവെച്ചിരിക്കുന്നു. വിളക്കുകൾ മങ്ങി. കഥാകാരൻ ഉറങ്ങുന്നു. ഒരുപക്ഷേ നിങ്ങൾ ഇന്ന് രാത്രി കടലാസ് പണത്തെയും തീ ശ്വസിക്കുന്ന വ്യാളികളെയും ഇതെല്ലാം കണ്ട ഒരു വെനീഷ്യൻ ആൺകുട്ടിയെയും സ്വപ്നം കണ്ടേക്കാം. സഞ്ചാരിയെ, നന്നായി ഉറങ്ങുക.